15 മിനിറ്റ് പ്രധാനമായി 4 കാര്യങ്ങൾ. ആദ്യം തന്നെ എൻ്റെ സ്പീച്ച് എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളത് ഞാൻ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഇൻട്രോ, ഒരു 2 മിനിറ്റ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, 6 മുതൽ 7 മിനിറ്റ് വരെ ഖുറാനിലെ ജിഹാദ് എന്താണ്, പിന്നീട് 2 മിനിറ്റ് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകൾ ഈ വിഷയത്തിൽ നടത്തിയ റിസർച്ച് എന്തൊക്കെയാണ്, അതിനുശേഷം 1.5 മുതൽ 2 മിനിറ്റ് പരിശുദ്ധ ഖുറാനെക്കുറിച്ചും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെക്കുറിച്ചും ഇതര മതസ്ഥരടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ, അവസാനം 1 മിനിറ്റ് റീസ്റ്റേറ്റിംഗ് ദ പ്രിമൈസ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എസൻസിന് നന്ദി പറഞ്ഞുകൊണ്ട്, ശ്രീ ആരിഫ് ഹുസൈന് നന്ദി പറഞ്ഞുകൊണ്ട്, ശ്രീ പ്രവീണിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളായി സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഒക്കെയുണ്ട്, അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ കേരളത്തിലെ റാഷണലിസ്റ്റുകളെ അവർക്ക് ഒരു നന്ദിയും അഭിനന്ദനവും പറഞ്ഞുകൊണ്ട്, പലപ്പോഴും അത്തരം സംവാദങ്ങൾ നമ്മുടെ കേരളത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു ഈശ്വരവിശ്വാസിയാണ് ഞാൻ, സ്വാമി ശരണം പറയുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്കടക്കം യുക്തിവാദികളെ കൊണ്ട് പോസിറ്റീവ് ഉണ്ടായത് ഞങ്ങളുടെ അടക്കം വിശ്വാസങ്ങളെ റിഫൈൻ ചെയ്യാനും ഞങ്ങളുടെ പ്രിമൈസുകളെ വീണ്ടും ചോദ്യം ചെയ്യാനുമൊക്കെ യുക്തിവാദികളോടുള്ള ഇൻട്രാക്ഷൻ ഞങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ട്. ഇത് ധനുവച്ചപുരം സുകുമാരനാണ്, എസൻസിലെ ആൾക്കാർക്ക് അറിയാവുന്നറിയില്ല, പഴയ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പ്രമുഖനാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാണ് ശബരിമലയിലെ മകരവിളക്ക് മകരജ്യോതിയെക്കുറിച്ചൊക്കെ പഠിച്ചത്. അന്ന് നമ്മുടെ സനൽ ഇടമറുക് സാറുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വ്യക്തി. കോടിക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസമാണ്. യുക്തിവാദികളുടെയും കൂടെ പഠനത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവരൊരു നിലപാടെടുക്കുകയും ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനും കഴിഞ്ഞത്. അതോടൊപ്പം രവീന്ദ്രൻ സാറിനോടടക്കം 10-11 വർഷം മുമ്പ് യുക്തിവാദികളോട് ഞാനൊരു 15 വർഷമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്, 2010 തൊട്ട്. പിന്നെ രവീന്ദ്രൻ സാറിനോട് ഇതൊരു 11 വർഷം മുമ്പത്തെ ഡിബേറ്റാണ്, എസൻസിൻ്റെ തന്നെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അത് സമൂഹത്തിൽ സംവാദാത്മകമായൊരു സംസ്കാരം ഉണ്ടാക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ആദ്യം 2 മിനിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയും കോണ്ടെക്സ്റ്റ്. എന്തുകൊണ്ടാണ് വൈ ആൻഡ് വാട്ട് നമ്മുടെ രാജ്യം വളരെ ആഴത്തിൽ മതസൗഹാർദ്ദമെന്നോ മതേതരത്വമെന്നോ സെക്കുലറിസമെന്നോ പ്ലൂറലിസമെന്നോ എന്ത് പേര് വിളിച്ചാലും അതുള്ളൊരു രാജ്യമാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, യോജിച്ച് ജീവിക്കുന്ന, ഞങ്ങളെല്ലാം ആലങ്കാരികമായി, ഞാൻ വിദേശത്തടക്കം പ്രഭാഷണങ്ങൾക്ക് പോകും പറയും, അയ്യപ്പനും വാവരും വെളുത്തയും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിച്ച് പോകുന്ന നാടാണ് ഇത്. അപ്പോൾ ആ സംസ്കാരം, വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആ മഹത്തരമായ സംസ്കാരം നിലനിർത്തണമെന്ന് തന്നെയാണ് സ്വാമി വിവേകാനന്ദനാണെങ്കിലും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആണെങ്കിലും ഒക്കെ എന്നും നിലപാടെടുത്തിട്ടുള്ളത്. ഞാൻ അടിസ്ഥാനപരമായി സംവാദങ്ങളുടെ ഒരാളെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ബേസിക്കലി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. കഴിഞ്ഞ 14-15 വർഷങ്ങളായി ഹിന്ദു വിഷയങ്ങൾ, അമ്പല വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ എടുക്കുകയും അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി പോരാടുകയും 4-1 എന്നൊരു സുപ്രീം കോടതി വിധിന്യായം വന്നിട്ടും വിശ്വാസത്തിൻ്റെ ശക്തിയിൽ അതിനെ മറികടന്ന, അതിന് തുടങ്ങി വെച്ച വിരലെണ്ണാവുന്ന ആ വിശ്വാസികളിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങളെ അന്ന് സപ്പോർട്ട് ചെയ്ത മുസ്ലിം സമൂഹം അടക്കം അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, ഇത് ശരിക്കും ആരിഫായോടുണ്ട്, അല്ലെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിലെ സെക്കൻഡ് ഡിബേറ്റാണ്. ആദ്യ ഡിബേറ്റ് നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഹിന്ദുത്വവാദി ശ്രീ നീരജ് അത്രി, അദ്ദേഹവുമായിട്ടാണ് ഡൽഹിയിൽ ഈ ഡിബേറ്റുകൾ ഉണ്ടായത്. അദ്ദേഹം ഇസ്ലാം റിലീജിയൻ ഓഫ് പീസ് അല്ല, ശാന്തി അല്ല എന്നും ഞാൻ ശാന്തിയാണെന്നും വാദിച്ചതാണ്. 2023 അപ്പം ഇത്തരം സംവാദങ്ങൾ ഈ വിശ്വാസിയും അവിശ്വാസിയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് പോകണമെന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് തന്നെ ഞാനും നമ്മുടെ ദളിത് ചിന്തകനായ ഡോക്ടർ ശ്യാംകുമാർ സാറും ഇതേ എറണാകുളത്ത് തന്നെ 2-3 ഈ ദളിത് സവർണ സംവാദങ്ങൾ അല്ലെങ്കിൽ ദളിത് ഹിന്ദു സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ജാതി മാത്രമാണ് ഹിന്ദുധർമ്മം, അല്ലെങ്കിൽ ജയ് ശ്രീരാം പറഞ്ഞ ആളെ കൊല്ലുന്നതാണ് എന്ന് നമ്മുടെ വേടൻ പറയുന്നത് പോലെയാണ്. ഹിന്ദുക്കളിൽ ജാതീയത ഒരു പ്രശ്നമാണ്. ജയ് ശ്രീരാമിനെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇതേപോലെ ജിഹാദിനെയും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജയ് ശ്രീരാം എന്ന പവിത്രമായ രാമരാജ്യത്തിൻ്റെ, രാമൻ എന്ന പേരിനെ പവിത്രമായ ഞങ്ങൾ ഹിന്ദുക്കൾ ദൈവവും അവതാരവുമായി കാണുന്ന രാമൻ്റെ പേര് മിസ്യൂസ് ചെയ്ത് കൂടുള്ളവനെ തല്ലിക്കൊള്ളുന്ന ആൾക്കാരുള്ളതുപോലെ, ഒന്നും അറിയപ്പെടാത്ത ആ പാവപ്പെട്ട പശുവിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെ ആക്രമിക്കുന്നവരുള്ള പോലെ ജാതീയതയായി താഴുകയും ലോകത്തിലെങ്ങുമില്ലാത്ത രീതിയിൽ ഉച്ചനീചത്വങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയും ചെയ്തത് ഇത് ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു മതത്തിൽ പറ്റിയൊരു പാളിച്ചയാണ്. അതേപോലെ എല്ലാ മതത്തിലും അവരുടേതായ പാളിച്ച വന്നേക്കാം. ക്രിസ്ത്യൻ മതത്തിൽ പള്ളിയിലച്ഛന്മാർ ഏറ്റവും, എൻ്റെ മകനടക്കം ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ അവർക്കും ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പള്ളിയിലച്ഛന്മാരും മോശമാണെന്ന് പറയാത്തതുപോലെ, ഹിന്ദുക്കളിൽ എല്ലാ ഹിന്ദുക്കളും മോശമാണെന്ന് പറയാത്തതുപോലെ, വയലൻസ് ഇസ്ലാമിലേക്കും ഹിന്ദുവിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും ഒക്കെ വന്നേക്കാം. പക്ഷേ അത് ആ കോർ മതത്തിൻ്റെ ഭാഗമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആ പ്രിമൈസ് എടുത്തത്. അതിനൊരു കാര്യം കൂടിയുണ്ട്.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ആരാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ആർക്ക് സംശയം കാണില്ല. അത് ഹിറ്റ്ലറും ഈവിളായ നാസികളുമാണ്. 60 ലക്ഷത്തോളം ജൂതന്മാരെ കശാപ്പ് ചെയ്ത ലോക ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഇൻസിഡന്റ്. ഹിറ്റ്ലർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ നിർമ്മാതാവ് ഹിംലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഹിംലറാണ് ജനോസൈഡിൻ്റെ ആർക്കിടെക്റ്റ്. നിങ്ങൾ അറിയുമ്പം കൗതുകം തോന്നും. ഹിംലർ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകം ഏതാണ്? ഹിംലർ എല്ലാ ദിവസവും കയ്യിൽ ഒരു പുസ്തകം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ആ പുസ്തകത്തെ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഈ 60 ലക്ഷം ജൂതന്മാരെ കൊന്നപ്പോഴും ഇയാൾ കോട്ട് ചെയ്തുകൊണ്ടിരുന്ന പുസ്തകം നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഞങ്ങൾ ഹിന്ദുക്കളുടെ ഭഗവത്ഗീതയാണ്. ഹിംലർ പറഞ്ഞുകൊണ്ടിരുന്നത് കർമ്മം ചെയ്യുക, അത് മാത്രമേ എനിക്കുള്ളൂ, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ കൊല്ലുകയാണ്. അങ്ങനെയാണ് ഹിംലർ. നിങ്ങളത് സെർച്ച് ചെയ്താൽ അറിയാം. ഹിംലർ എപ്പോഴും ഭഗവത്ഗീത കയ്യിൽ വെച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, ഫിസിക്കൽ രൂപത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഹിംലറെ പോയി അടിക്കുമായിരുന്നു. കൃഷ്ണൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തൊരു വ്യാഖ്യാനം എടുത്തുകൊണ്ട് വന്ന് ആ വ്യാഖ്യാനത്തിൻ്റെ പേരിൽ 60 ലക്ഷം ജൂതന്മാരുടെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയ ഈ വ്യക്തി കൃഷ്ണന്റെ കുഴപ്പമാണോ? എനിക്ക് സംശയമുണ്ട്. ഭഗവത്ഗീതയുടെ കുഴപ്പമാണോ? എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഹിംലറുടെ കുഴപ്പമാണ്. കാര്യം ഹിംലർ ആ വാക്ക് മിസ്കോട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നറിയാതെ മുമ്പോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ എല്ലാ മതങ്ങളും, നമ്മുടെ വിഷയത്തിലേക്കും കൂടെ വന്നാൽ, എല്ലാ മതങ്ങളും കോണ്ടെക്സ്റ്റും സബ് ടെക്സ്റ്റും അതിന് ഒരു ടെക്സ്റ്റുമുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് എന്താണ്, സന്ദർഭവും സാഹചര്യവും പശ്ചാത്തലവും എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ വാക്കുകൾ വായിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഹിംലർ വായിച്ചതുപോലെ കർമ്മം ചെയ്യാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ, ഫലത്തെ നോക്കണ്ട. ഹിംലർ അതിനെ റീഡ് ചെയ്തത് 60 ലക്ഷം ജൂതന്മാരെ കൊല്ലാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ, ബാക്കി കാര്യങ്ങൾ നോക്കണ്ടെന്നാണ്. അത് കൃഷ്ണന്റെ കുറ്റമാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അത് ഹിംലറിന്റെ പെർവേർട്ടഡ് ആയ ചിന്തയാണ് ഭഗവത്ഗീതയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ജൂതന്മാരെ കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഓരോ മതവും ഐഡിയോളജിയും ഒരു പാരഡൈമാണ്, പരിപ്രേക്ഷ്യമാണ്, ആശയലോകമാണ്, ഇസമാണ്, സ്കൂൾ ഓഫ് തോട്ടാണ്. അതിൻ്റെ സമഗ്രതയിൽ അതിലെ കണ്ടില്ലെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ജിഹാദിനെ കുറിച്ച് വരുമ്പോൾ ഈ ലോകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. ജിഹാദ് എന്ന വാക്കിൻ്റെ റൂട്ട് വാക്ക് ജഹദ എന്നൊരു വാക്കാണ്. ജഹദ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയത്നിക്കുക, പരിശ്രമിക്കുക, സ്ട്രൈവ്, സ്ട്രഗിൾ തുടങ്ങിയ വാക്കുകളാണ്. പരിശുദ്ധ ഖുറാനിൽ 41 തവണയാണ് ജിഹാദ് എന്ന വാക്ക് അല്ലെങ്കിൽ ജിഹാദിൻ്റെ വ്യത്യസ്ത റൂട്ട്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ജിഹാദ്, ജഹദ, മുജാഹിദീൻ തുടങ്ങിയ വാക്കുകളടക്കം 41 റെഫറൻസുകൾ പരിശുദ്ധ ഖുറാനിൽ ഈ 114 ചാപ്റ്റേഴ്സിൽ ഏകദേശം 6236 പരം ആയകളിൽ അല്ലെങ്കിൽ വേഴ്സസിൽ ഉണ്ട്. ഇതിൽ 4 എണ്ണം ഡയറക്റ്റായിട്ട് ജിഹാദിനെ മെൻഷൻ ചെയ്യുന്നതും 37 എണ്ണം ഇതിൻ്റെ ബാക്കി ഫോമുകളെ മെൻഷൻ ചെയ്യുന്നതുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജഹദ, മുജാഹിദീൻ പോലെ. ഇതിൽ ആദ്യത്തെ, അതായത് ജിഹാദിനെ കുറിച്ചുള്ള പരാമർശം AD അല്ലെങ്കിൽ കോമൺ ഇറ 615 ഫലാ തൂത്തിൽ കാഫിറാന വാ ജാഹിദ് ഹം ബിഹി ജിഹാദിൻ കാബിറ. അതായത് നിങ്ങൾ സത്യനിഷേധികളെ പിന്തുടരരുത്. കാഫിർ എന്ന് പറയുന്നത് സത്യനിഷേധി, സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവർ, വിശ്വാസമില്ലാത്തവർ, അകന്നുപോയവർ, അവരെ നിങ്ങൾ പിന്തുടരരുത്. അവരോട് നിങ്ങൾ ജാഹിദ്, അവരോട് നിങ്ങൾ ഈ പ്രയത്നം ചെയ്യണം. എന്തുകൊണ്ട്? ഖുറാൻ കൊണ്ട് പ്രയത്നം ചെയ്യണം. അത് ജിഹാദൻ കബീരയാണ്. കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം. അക്ബറാണ് ഗ്രേറ്റസ്റ്റ്, കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം. ഇതാണ് പരിശുദ്ധ ഖുറാൻ AD 615 അൽ ഫുർഖൻ 25:52 അതിൽ പറയുന്നത് ജിഹാദൻ കബീര എന്ന് പറയും. ഇതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് മെൻഷൻ ഉള്ളത്. ജിഹാദൻ കബീര എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ച് ഇന്റലക്ച്വൽ സ്ട്രഗിൾ, ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ സ്ട്രഗിൾ. ഇതാണ് ഒന്ന്. 2, ഇത് മക്കയിലെ കാലഘട്ടമാണ്. പരിശുദ്ധ മദീനയിലേക്ക് വന്നാൽ ഹോളി ഖുറാൻ അൽ ഹജ്ജ് 2278 കാലഘട്ടം ഏകദേശം 623 AD. അതിൽ പറയുന്നത് വാ ജാഹിദു ഫി ഇലാഹി ഹക്കാ ജിഹാദിഹി. അതായത് ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ, കർത്താവിൻ്റെ, പരബ്രഹ്മത്തിൻ്റെ ആ വഴിയിൽ പൂർണ്ണമായും നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങളെ തന്നെ സമർപ്പിക്കുക, അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുക, നമസ്കാരം ചെയ്യുക, സക്കാത്ത് നൽകുക. ഇതൊക്കെയാണ് ജിഹാദ് എന്നുള്ളത്. ഈ ജിഹാദിൻ്റെ ഓരോരോ അർത്ഥങ്ങളാണ്. ഇനി എത്ര തരം ജിഹാദുകളും എത്ര ഡയമെൻഷൻസും ഉണ്ട്. ജിഹാദ് അൽ അക്ബർ, ജിഹാദ് അൽ അസ്ഗർ. ഇതായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർക്കും കേട്ടിട്ടുള്ള ഒരു കാര്യം. ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ജിഹാദ്. അവിടെ നമ്മൾ നമ്മുടെ തെറ്റായ ടെൻഡൻസികളോട്, നമ്മുടെ ദേശത്തോട്, വൈരാഗ്യത്തോട്, ഉള്ളിലെ നെഗറ്റിവിറ്റിയോട് നമ്മൾ തന്നെ പോരാടും. ജിഹാദ് അൽ അസ്ഗർ ഇതേപോലെ മറ്റൊരാളോട് ഡിഫെൻസീവ് ആയിട്ടുള്ള യുദ്ധത്തിലും അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളോടും ഫൈറ്റ് ചെയ്യും.
ഇനിയും ജിഹാദ് ബിൽ കൽബ്, കൽബ് എന്ന് നമ്മൾ പറയുന്ന ഹാർട്ടിന്റെ, ഹൃദയത്തിന്റെ ജിഹാദ്. ജിഹാദ് ബിൽ യദ്, കൈയുടെ ജിഹാദ്. ജിഹാദ് ബിൽ സൈഫ്, സ്വോർഡിന്റെ, വാളിന്റെ ജിഹാദ്. അവിടെയാണ് ഇത് രണ്ടും ഉണ്ട്. ജിഹാദ് ബിൽ ലിസാൻ, നാക്കിന്റെ ജിഹാദ്, സംസാരത്തിന്റെ ജിഹാദ് എന്നുള്ളത്. ഇതേപോലെ തന്നെ ജിഹാദ് അൽ നഫ്സ്, സെൽഫിന്റെ, ആത്മാവിന്റെ, നമ്മുടെ പ്രാണന്റെ, നമ്മൾ തന്നെയുള്ള ജിഹാദ്. ജിഹാദ് അൽ ഷെയ്ത്തൻ, സാത്താനെതിരെയുള്ള ജിഹാദ്. ജിഹാദ് അൽ ദഫ്, ഡിഫെൻസീവായി പ്രതിരോധത്തിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നത്. ജിഹാദ് അൽ തലബ്, പ്രീഎംറ്റീവായി ഒഫൻസീവ് ചെയ്യുന്നത്. ജിഹാദ് അൽ കുഫർ, കോംബാറ്റന്റ് ആയ എനിമീസിനോട് ഫൈറ്റ് ചെയ്യുന്നത്. ജിഹാദ് അൽ മുനാഫിക്കിൻ, ഹിപ്പോക്രറ്റുകളോട്, കപട നാട്യക്കാരോട് ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് ജിഹാദുകൾ, ജിഹാദിന്റെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ പരാമർശങ്ങൾ പരിശുദ്ധ ഖുറാനിലും ഹദീദുകളിലും ഇസ്ലാമിക് കമൻട്രിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, ജിഹാദിന്റെ ഈ വയലൻസ് ഉണ്ടെന്ന് പറയുന്നവരുടെ കോണ്ടെക്സ്റ്റിന് വേണ്ടി 68, 69, 22, 39, 22, 40 അത് പറയുന്നു. ഇങ്ങോട്ട് സമരം ചെയ്യുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയിരിക്കും. നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാൻ നമ്മൾ അനുവാദം നൽകിയിരിക്കും. ഇന്ത്യക്ക് കാശ്മീരിന്റെ സമരകാലത്ത് 1947 സമാധാനത്തിന്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ഇന്ത്യൻ പട്ടാള ജനറലിനോട് പറയുന്നുണ്ട്, യുദ്ധങ്ങൾ നാശമാണ്, പക്ഷേ കാശ്മീരിനെ രക്ഷിക്കണം. നിങ്ങൾ എന്ത് വഴി ഉപയോഗിച്ചും പട്ടാളക്കാരോട് പറയുക, കാശ്മീരിനെ രക്ഷിക്കണം. ഗാന്ധിജി ഭയങ്കര വയലന്റ് ആണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. നമ്മൾ ആക്രമിക്കപ്പെടുകയാണ്, ആ ആക്രമണത്തിന് പകരമായി നമുക്ക് തിരിച്ച് പ്രതിരോധം ചെയ്യാം. അടുത്തത്, മതവിഷയങ്ങളിൽ നിങ്ങളോട്, ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളോട് അല്ലെങ്കിൽ സ്പിരിച്വൽ വിഷയങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാകട്ടെ, നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയാകട്ടെ, ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളെ വാസസ്ഥലത്ത് നിന്ന് പുറത്താക്കുകയും അത്തരത്തിലുള്ളവരോട് നിങ്ങൾ പ്രതിരോധിക്കണം. നിശ്ചയമായും നീതിമുറ, ഇതിൽ ജസ്റ്റിസ് ആണ് പ്രധാനം. ജിഹാദ് ജസ്റ്റിസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി അടുത്തത്, അതിലും രസകരമായൊരു വരിയുണ്ട്. സമയം ഒരുപാടില്ലാത്തതുകൊണ്ട് ഒരുപാട് ടെക്സ്റ്റുകൾ എടുത്തിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അങ്ങനെ മാറുന്നവരോട് നിങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ അവർ ഈ വിശ്വാസത്തിൻ്റെ സ്ഥലങ്ങളെല്ലാം ഇല്ലാതാക്കും. അതിൽ ജൂതന്മാരുടെ സിനഗോഗുകളും ക്രിസ്ത്യാനികളുടെ പള്ളികളും അടക്കം മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ആൾക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ ആൾക്കാരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിഫെൻസീവായി ചെയ്യാം, ചില സ്ഥലങ്ങളിൽ ഒഫൻസീവായി ചെയ്യാം, നാക്കുകൊണ്ട് ചെയ്യാം, ബ്രെയിൻ കൊണ്ട് ചെയ്യാം, എഴുത്തുകൊണ്ട് ചെയ്യാം, സംസാരം കൊണ്ട് ചെയ്യാം. എത്ര ക്ലാസിഫിക്കേഷനാണ്! ഇതിനെ എല്ലാം ഒരച്ചിൽ തീർത്തത് മോശം എന്ന് പറയുന്നത് ശരിയാണോ? ചിന്തിക്കുക. 2 ഹദീദുകളിലെ ജിഹാദ്. സമയക്കുറവ് മൂലം എല്ലാത്തിലേക്കും പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഷാഹി അൽ ബുഖാരി 6006, ഷാഹി മുസ്ലിം 2982. One who toils to support widows and the poor is like a mujahid in the path of God. ദൈവത്തിന്റെ പാതയിലെ ഒരു മുജാഹിദ് യഥാർത്ഥത്തിൽ ആ വിഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ, പാവപ്പെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിലാണ് അൽ ബൈഹക്കിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിപ്പോർട്ടിലൊന്നായ നമ്മൾ ലെസർ ജിഹാദിൽ നിന്ന് ഗ്രേറ്റർ ജിഹാദിലേക്ക് എത്തിയിരിക്കും. എൻ്റെ അവസാന 2 മിനിറ്റ് പ്രധാനപ്പെട്ട അവസാനം വിവേകാനന്ദൻ അടക്കമുള്ള പരാമർശങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് വരാം. സമയക്കുറവ് കാരണം അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ വിവേകാനന്ദൻ്റെ അടക്കമുള്ള ഒരുപാട് പേരുടെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് 4 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റി: ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, യെയിൽ യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂഡായ പഠനങ്ങളാണ്. അതിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകത്തിന്റെ പേര് ജിഹാദ് ദ ട്രെയിൽ ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം, ജിഹാദ് ഇൻ ഇസ്ലാമിക് തോട്ട്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. യെയിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് ബിയോണ്ട് ജിഹാദ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ പേര് അൺഹോളി വാർ. 4നും എളുപ്പത്തിന് വേണ്ടി അത്രയും അവതരിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എക്സിക്യൂട്ടീവ് സമ്മറി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെല്ലാം പറയുന്ന ഒരു ഒറ്റ വരി, യഥാർത്ഥത്തിൽ സ്പിരിച്വലാണ്, എത്തിക്കലാണ്, മോറലാണ്, ധാർമ്മികമാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. 20-ാം നൂറ്റാണ്ടിലെ മറ്റും തീവ്രവാദ സംഘടനകൾ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ആത്മീയവും ദൈവീകവും ധാർമ്മികവുമാണെന്നാണ്. ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, യെയിൽ, കേംബ്രിഡ്ജ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ പിയർ റിവ്യൂഡ് ഹാർഡ് കോർ റിസർച്ചാണ്. അതായത് ചുമ്മാ ഞാൻ രാഹുൽ ഈശ്വർ എന്ന് പ്രസംഗിക്കുന്നതല്ല, വർഷങ്ങളിലുള്ള റിസർച്ച് എടുത്ത് ഒരുപാട് പഠനങ്ങൾ, നിഗമനങ്ങൾ. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, 30 സെക്കൻഡേ ഉള്ളൂ. ഗാന്ധിജിയെ ഇനി ജിഹാദ് ആരാ? ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ സംസാരിച്ച MJ അക്ബർ, മോദിജിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന MJ അക്ബർ പറയുന്നു, ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ്.
ലോക ചരിത്രത്തിൽ അങ്ങനെ ജിഹാദ് നയിച്ചത്, നോൺ വയലന്റ് ജിഹാദ് ആയിരുന്നു, അത് നയിച്ചത് മഹാത്മാഗാന്ധിയാണ്. ആ MJ അക്ബർ നമ്മുടെ മന്ത്രിയായിരുന്നു, വലിയ ഇന്ത്യ ടുഡേയുടെ അടക്കം വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ തലവനായിരുന്നു. 30 seconds കൂടെ കുറച്ചു. അപ്പോൾ MJ അക്ബർ പറയുന്നു, കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ്. ആ ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം ജിഹാദ് എന്ന വാക്കിനെ വക്രീകരിച്ച് മോശപ്പെടുത്തുകയല്ല, പകരം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സമുദായങ്ങളിലും മോഡറേറ്റുകളുണ്ട്, എല്ലാ സമുദായങ്ങളിലും എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, എല്ലാ സമുദായങ്ങളിലും ഗാന്ധിജിയുണ്ട്, ഗോഡ്സെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്, അബ്ദുൽ കലാം ഉണ്ട്, അതേപോലെ ഒസാമ ബിൻ ലാദനുമുണ്ട്. എല്ലാ സമൂഹങ്ങളിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുമുണ്ട്. ഇതിൽ നല്ല ആൾക്കാരെ ശക്തിപ്പെടുത്തുകയും മിതവാദികളെ ശക്തിപ്പെടുത്തുകയും തീവ്രവാദികളെ, എക്സ്ട്രീമിസ്റ്റുകളെ, റാഡിക്കൽ ആൾക്കാരെ അവരെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയും മിതവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഈ തീവ്രവാദത്തെ തടയാനുള്ള ഏറ്റവും നല്ല വഴി മിതവാദമാണ്, അല്ലെങ്കിൽ മോഡറേഷനാണ്. ആ മോഡറേറ്റ് ഇസ്ലാമിനെ, മോഡറേറ്റ് ഹിന്ദുവിനെ, മോഡറേറ്റ് ക്രിസ്ത്യാനിയെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കാകട്ടെ. ബാക്കിയുള്ള റെഫറൻസുകൾ അടുത്തതിൽ വരാം. 1 മിനിറ്റ് കൂടുതൽ എടുത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് താങ്ക് യു. രാഹുൽ ഈശ്വർ കഴിഞ്ഞ തവണ 1 മിനിറ്റ് അധികം എടുത്തതുകൊണ്ട് ഈ തവണ അദ്ദേഹത്തിന് 9 മിനിറ്റ് ആയിരിക്കും. 8 മിനിറ്റിൽ വാർണിംഗ് ബെല്ലും 9 മിനിറ്റിൽ ഡബിൾ ബെല്ലും നിർത്താനുള്ള ഡബിൾ ബെല്ലുമായിരിക്കും. താങ്ക് യു. ശ്രീ ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പുതിയതൊന്നും കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പുതിയത് കണ്ടെത്തി, അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം തന്നെ സംബന്ധിച്ച പോലെ ഡിഫെൻസീവ് ജിഹാദും ഉണ്ട്, ഒഫൻസീവ് ജിഹാദും ഉണ്ട്. അതെൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൺസീഡ് ചെയ്തത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യത്യസ്ത കാറ്റഗറീസ് ഓഫ് ജിഹാദുണ്ട്. അക്രമത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിലൂന്നിയുള്ള ഒഫൻസീവിൻ്റെ ഉണ്ട്, ശബ്ദത്തിൻ്റെ ഉണ്ട്, സ്വരത്തിൻ്റെ ഉണ്ട്, കൈയുടെ ഉണ്ട്, വാളിൻ്റെ ഉണ്ട്, ഉള്ളിൽ വിമലീകരിക്കാനുള്ള ആത്മസംശുദ്ധീകരണത്തിൻ്റെ ഉണ്ട്. നേരത്തെ പറയുകയുണ്ടായി ഈ ഗാന്ധിജി സ്വർഗത്തിൽ പോകുന്നു. ആ പുസ്തകം ഏതാണെന്നറിയാം? സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകമാണ്. എഴുതിയ പേര് ജനാർദ്ദനെന്നോ ജോസഫ് എന്നോ അല്ലല്ലോ, ഡോക്ടർ KT ജലീൽ എന്ന് തന്നെയല്ലേ. എഴുതിയിരുന്ന ആളുടെ പേര് ജനാർദ്ദനൻ, ജോസഫ് തുടങ്ങിയ ആൾക്കാരൊന്നുമല്ലല്ലോ. സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകം എഴുതുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ, ആത്മീയ, സാമൂഹിക സർക്കിൾസിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനൊക്കെ ഒരുപാട് എവല്യൂഷൻ പിന്നീട് സംഭവിച്ച അദ്ദേഹം തന്നെയല്ലേ. ഇനി 2, അങ്ങനെ ജിഹാദിനെ വെളുപ്പിക്കാൻ നോക്കുകയാണോ പറ്റും. എനിക്കതിൽ ഏറ്റവും സന്തോഷം, എനിക്കത് തന്ന സുഹൃത്തുക്കളും മറ്റും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആരിഫായും എൻ്റെ സുഹൃത്ത് രാഹുലും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇനി ഗാന്ധിജിയെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധിജി പണ്ടേ മുസ്ലിങ്ങളോട് കുറച്ച് അമിത സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞോളെ. കുറച്ച് സോഫ്റ്റ് അല്ലാത്ത ഒരാളെ കോട്ട് ചെയ്യാം. അത് വീര വിനായക് ദാമോദർ സവർക്കറാണ്. വീര സവർക്കർ, പേജ് നമ്പർ 85. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വർക്ക് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എഴുതുന്നു. അത് നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ്, ആവേശം തരുന്ന കാര്യമാണ്. ദ ഗ്രേറ്റ് ആൻഡ് സെയിൻറ്റ്ലി അഹമ്മദ് ഷാ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹം വെബ് ഓഫ് ജിഹാദ് നമ്മുടെ നാട്ടിൽ മുഴുവൻ പരത്തിയിരുന്നു. ദ ഗ്രേറ്റ് ആൻഡ് സെയിൻറ്റ്ലി അഹമ്മദ് ഷാ ജിഹാദിൻ്റെ ആ വെബ് ഇന്ത്യയിൽ മുഴുവൻ പരത്തിയിരുന്നു. എന്നിട്ട് ആ ജിഹാദിന് സാക്ഷാൽ വീര സവർക്കർ, നമ്മുടെ ഹിന്ദുത്വ റൈറ്റ് വിങ്ങിൻ്റെ ഏറ്റവും വലിയ ഐഡിയോളോഗായ വീര സവർക്കർ കൊടുക്കുന്ന വാക്കെന്താ അറിയാം? പുസ്തകത്തിലുണ്ട്, അദ്ദേഹത്തിനും കൊടുക്കാം. ക്ലിയർലി ദ വെബ് ഓഫ് ജിഹാദ്, ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരം ലക്നൌയിലെയും ആഗ്രയിലെയും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ അഹമ്മദ് ഷാ എന്ന വ്യക്തിക്ക് കഴിഞ്ഞു. അടുത്തത് ആ സീഡ്സ് ഓഫ് ജിഹാദ്, ജിഹാദിൻ്റെ വിത്തുകൾ പട്നയിൽ അത്ര ആഴത്തിൽ വേരോടി അത് വിപ്ലവ പാർട്ടികളുടെ ഒരു വലിയ കൂട്ടായ്മയായി. ഓരോ ഇന്ത്യക്കാരനും എന്നും കേൾക്കേണ്ടതാണ്. മൗലവിമാർ, പണ്ഡിറ്റുമാർ, സെമീൻദാർമാർ, ഫാർമേഴ്സ്, മെർച്ചന്റ്, വക്കീൽ, വിദ്യാർത്ഥികൾ, എല്ലാ ജാതിയും ക്രീഡും വേർ റെഡി ടു ഗിവ് അപ്പ് ദെയർ ലൈഫ് ഫോർ ദി സേക്ക് ഓഫ് സ്വദേശ് ആൻഡ് സ്വധർമ്മ. സ്വരാജ്യത്തിന് വേണ്ടിയും സ്വധർമ്മത്തിന് വേണ്ടിയും അങ്ങനെ മരിക്കാൻ ആ ജിഹാദിൽ, വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇവരെല്ലാം ഒരുമിച്ച് ചേരാൻ തയ്യാറായി. പറയുന്നത് മുസ്ലിങ്ങളോട് എന്നും സോഫ്റ്റ് കോർണർ എക്സ്ട്രാ കാണിച്ചു എന്ന് ആൾക്കാർ ആരോപിക്കുന്ന മഹാത്മാഗാന്ധിയല്ല, സാക്ഷാൽ വീര സവർക്കറാണ്. പേജ് നമ്പർ 87 അദ്ദേഹം പറയുന്നു, ആ കൂട്ടായ്മയിൽ എല്ലാവരും ചെയ്യുന്നത് ഗംഗാജലവും തുളസിയുമാണ് ഹിന്ദുക്കൾ ശപഥം ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഖുറാനെ കയ്യിലെടുത്ത് ശപഥം ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചരിത്രത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, നമ്മുടെ നാട് ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമാണ്. എന്നിട്ട് പേജ് നമ്പർ 82, അതാണ് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത്. ആ പാട്രിയോട്ട്, ആ രാജ്യസ്നേഹിയ അഹമ്മദ് ഷാ, മൗലവി അഹമ്മദ് ഷായാണ്. അതായത് വിശ്വാസമില്ലാത്ത മുസ്ലിം ഒന്നുമല്ല, പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന മൗലവിയായ ആ പാട്രിയോട്ട് മൗലവി അഹമ്മദ് ഷാ, അദ്ദേഹത്തിൻ്റെ പവിത്രമായ നാമം ഹിന്ദുസ്ഥാൻ, ഇന്ത്യക്ക് മുഴുവൻ ഒരു ഹാലോ തീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ വരുന്ന വഴി പറയാം.
ഇനി അടുത്തത് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതിൽ ഏറ്റവും എനിക്ക് കൗതുകമായി തോന്നിയത്, അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പലതും പറയും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പറയുന്നതാണോ? യൂണിവേഴ്സിറ്റികൾ ഈ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു, ആ ടെക്സ്റ്റുകൾ ഹദീസുകൾ എടുത്തു, ഖുറാൻ എടുത്തു, ചരിത്രപരമായ റിസർച്ച് നടത്തി, വർഷങ്ങളോളം റിസർച്ച് നടത്തി, ജിഹാദ് പോസിറ്റീവായി യൂസ് ചെയ്തത് നെഗറ്റീവായി യൂസ് ചെയ്തതെല്ലാം കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്ത് അവസാനം കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ടത് പറയുന്നു. ആ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ എസൻസുകാരല്ലേ, നിങ്ങളല്ലേ ഇടയ്ക്ക് പറയുന്നത് എവിഡൻസ് ലീഡ് ചെയ്യണമെന്ന്. അങ്ങനെ വേണമെന്നുള്ള വിശ്വാസക്കാരന് എവിഡൻസ്, തെളിവ്, ഡേറ്റ, ഇത്തരം കാര്യങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത്? പ്രൊപ്പഗാൻഡയാണോ? ആ എവിഡൻസിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞതാണ്, നിങ്ങൾക്കും ലഭ്യമാണ് ആ 4 പ്രധാനപ്പെട്ട സ്റ്റഡി. ഹാർവാർഡ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, പിന്നീട് യേൽ യൂണിവേഴ്സിറ്റി. ഇവരാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി പഠിച്ചതല്ല, ഇവരാരും എന്താ പറയുന്നത് വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി പഠിച്ചതല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച്, പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന് ശേഷം പോലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം ഈ റൈറ്റ് വിങ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ അക്കാഡമീഷ്യൻസ് നടത്തുന്ന റിസർച്ചാണ്. ഇനി കാരൻ ആംസ്ട്രോങ്, അവർ ലോകപ്രസിദ്ധയായ ഇതേപോലെ മതങ്ങളെക്കുറിച്ചും കമ്പാരിറ്റീവ് റിലീജിയനെ കുറിച്ചും പഠിക്കുകയാണ്. അവർ പറയുന്നു ജിഹാദ് എന്ന വാക്ക് മിസ്അണ്ടർസ്റ്റുഡ് ആണ്. ഇവിടെ ശ്രീ ആരിഫ് ചെയ്യുന്ന എന്താ, ജിഹാദ് എന്ന വാക്ക് മാത്രം എടുത്തിട്ട് എല്ലാ നെഗറ്റീവിനെയും ജിഹാദിലേക്ക് കൊണ്ടുവരിക. ഞാൻ ചെയ്യുന്നത് എന്താ, ജിഹാദ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അംഗീകരിക്കുന്നു, ശരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അംഗീകരിക്കുന്നു, ശരിയെ പ്രോത്സാഹിപ്പിക്കുക, തെറ്റിനെ മാറ്റുക എന്ന് പറയും. മനഃപൂർവ്വം ജിഹാദ് എന്ന വാക്കിൻ്റെ കൂടെ നെഗറ്റീവ് മാത്രം അസോസിയേറ്റ് ചെയ്യും. ജയ് ശ്രീറാം കേട്ടാൽ എനിക്ക് കൊല്ലവരെ മാത്രമേ ഓർമ്മ വരൂ എന്ന് പറയുന്നത്. ജയ് ശ്രീറാം ഞങ്ങൾ ഹിന്ദുക്കൾ പൊതുവെ രാമായണ മാസവും ഞങ്ങളുടെ അമ്മമാരൊക്കെ വായിക്കുന്നതാണ്. അപ്പം രാമനെയും രാമായണത്തെയും നെഗറ്റീവിൽ മാത്രം കാണാൻ വേണ്ടിയാണ് പറയുന്നത് ഇതെല്ലാം മോശമാണ്, ഹിന്ദുക്കൾ മുഴുവൻ മോശമാണെന്ന് പറയാൻ വേണ്ടിയാണ് ജാതി മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്നത്. പകരം ഞങ്ങൾക്ക് ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഒന്ന് നിനക്കൊക്കെ വട്ടാണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ സവർണ ഹിന്ദുക്കളെ നോക്കി പറഞ്ഞത്. ആ തെറ്റുകളെ ശരിയാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ജാതി ആകട്ടെ, ജയ് ശ്രീറാം ആകട്ടെ, ജിഹാദ് ആകട്ടെ, അതിനെ ആൾക്കാർ തെറ്റായി യൂസ് ചെയ്തിട്ടുണ്ട്. ശ്രീ ആരിഫ് ഇൻഇഫക്റ്റ് ചെയ്യുന്നത് എന്താ അറിയാമോ? 95% അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള മോഡറേറ്റ് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളെന്നും 5% തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് മുസ്ലിങ്ങളെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. ഇൻഇഫക്റ്റ്, ആരിഫിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും ഇൻഇഫക്റ്റ് പറ്റുന്നത് ആരിഫ് ഈ എക്സ്ട്രീമിസ്റ്റുകളുടെ സ്പോക്സ് പേഴ്സൺ ആകുകയാണ്. കാരണം അവർ പറയുന്ന ഇസ്ലാമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നത് തെറ്റാന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ നമ്മുടെ പാണക്കാട് തങ്ങന്മാരും ഈ നാട്ടിലെ MESും ഇവരൊന്നും നല്ല മുസ്ലിങ്ങളല്ല, അവരൊക്കെ മോശക്കാരാണ്. ആരാണ് നല്ല മുസ്ലിങ്ങൾ? കൊല്ലുന്നവരാണ് നല്ല മുസ്ലിങ്ങൾ, തീവ്രവാദികളാണ് നല്ല മുസ്ലിങ്ങൾ. ഇൻഇഫക്റ്റ് ആരിഫ് ചെയ്യുന്നത്, ആരിഫ് അറിയാതെയാണ് ചെയ്യുന്നത്, സംശയമില്ല, എനിക്ക് അതിൽ ഡൗട്ടില്ല. പക്ഷേ ആരിഫ് ചെയ്യുന്നത് തീവ്രവാദികൾക്ക് കൊടപിടിക്കുകയാണ്, തീവ്രവാദികളാണ് ശരിയെന്ന് പറയുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത്. നേരെ തിരിച്ച് ഇതിനെ തെറ്റായി ഉപയോഗിക്കുന്നവരെ തെറ്റാണെന്ന് പറയണം, ശരിയായിട്ട് ഉപയോഗിക്കുന്നവരെ ശരിയാണെന്ന് പറയണം. ഇത് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഈജിപ്റ്റ് ആണ്, ഷൗക്കി ഇബ്രാഹിം അബ്ദേൽ കരീം അലം. അദ്ദേഹം പറയുന്നു, ഈ കാലത്തിന്റെ ആവശ്യം ജിഹാദ് അഗൻസ്റ്റ് ടെററിസമാണ്. തീവ്രവാദത്തിനെതിരെ ഒരു ജിഹാദാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. അദ്ദേഹം ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. ഇനി എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എനിക്കിനി 1.5 മിനിറ്റോ 2 മിനിറ്റോ ഉള്ളൂ. ഇത് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി നടത്തിയ ഒരു ഡിബേറ്റാണ്. ആ ഡിബേറ്റിൽ ഒരു മുസ്ലിം പോലും കേൾക്കാനില്ല, ചിലപ്പോൾ 1-2 മുസ്ലിം പേരിന് കാണുമായിരിക്കും. അവിടുത്തെ അന്നത്തെ ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരാൾ വേറൊരു ഡിബേറ്റിനിടയ്ക്ക് എണീച്ചു എന്ന് പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. വേറൊരു ഡിബേറ്റാണ്, അതായത് സൈക്കിക്, ആത്മീയ അനുഭവങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നുള്ള ഡിബേറ്റ്. ഈ ഡിബേറ്റ് മാറ്റി വെച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ എണീച്ചു എന്ന് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാനൊരു മുസ്ലിം അല്ല, മുഹമ്മദൻ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്, ഞാനൊരു മുഹമ്മദനല്ല, പക്ഷേ ഖുറാൻ പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖുറാനിൽ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഖുറാൻ സ്ത്രീകൾക്ക് ആത്മാവുണ്ടെന്നും അവർക്ക് സ്ഥാനം കൊടുക്കണമെന്നുമാണ് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. എന്തിന്? അവിടെ ഒരു മുസ്ലിങ്ങൾ പോലും ഇല്ല, മുസ്ലിം വോട്ടിന് നോക്കിയിട്ടല്ല, അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത് എന്നുള്ളത്. ഇനി 2, പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മാർച്ച് 25, 1900 സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ. അദ്ദേഹം 4 മഹാ ടീച്ചർമാരെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ബുദ്ധൻ, യേശു ക്രിസ്തു, പ്രവാചകൻ മുഹമ്മദ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മുഹമ്മദിന്റെ ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹം പറയുകയാണ്, അന്ന് പല ആൾക്കാരും മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചപ്പോൾ, ദൈവ നിഷേധം ഉണ്ടായപ്പോൾ പ്രവാചകൻ മുഹമ്മദ് വന്ന് അതിനെ പരിഹരിക്കുകയാണ്. കൃത്യം വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനിയും ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദി വേൾഡിൽ അദ്ദേഹം ഇത് റെഫർ ചെയ്തു. ഇത്തരം
ഒരുപാട് പഠനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി പഠനങ്ങൾ ഹാർവേഡ്, ഓക്സ്ഫോർഡ്, യേല്, കേംബ്രിഡ്ജ് താല്പര്യമില്ല. ഏതെങ്കിലും രീതിയിൽ ജിഹാദ് എന്ന വാക്കിനെ ആരെങ്കിലും മോശമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ ഇത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷം ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, തുമ്മൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, UPSC ജിഹാദ് തുടങ്ങിയ കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ വെറുപ്പിച്ച് പേടിപ്പിച്ച് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നിൽക്കുന്ന നെറേറ്റീവിന് അറിഞ്ഞോ അറിയാതെയോ വെള്ളമിടുക. ആത്യന്തികമായി ഇത് ഇസ്ലാമിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ശക്തി പകരുകയും മറുവശത്ത് ഹിന്ദുത്വ തീവ്ര സ്വരക്കാർക്കും തീവ്രവാദികൾക്കും ശക്തി പകരുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം മോഡറേഷന്റെ പാതയിലേക്ക് തിരിച്ചു വരണം. നന്മയും തിന്മയും ഉണ്ട്. നന്മയെ പ്രോത്സാഹിപ്പിച്ച് തിന്മയെ മാറ്റണം. അദ്ദേഹത്തിന്റെ ആ പുതിയ പൊസിഷൻ, അദ്ദേഹം എൻ്റെ പുതിയ പൊസിഷൻസ് കേൾക്കാൻ കൂട്ടാക്കിയില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പുതിയ പൊസിഷൻ കേൾക്കുകയാണ്. ജിഹാദിൽ അങ്ങനെ ഡിഫെൻസീവായ തലമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ ചർച്ച കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. വിഷയം ആരാണ് അഡ്രസ്സ് ചെയ്തത്? എത്ര തരം ജിഹാദുണ്ട്, ജിഹാദിൻ്റെ എത്ര പരാമർശങ്ങളുണ്ട്, ഏത് വേഴ്സിലാണ് വന്നത്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇതൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് മാത്രമാണ് ജിഹാദ് എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പകരം അദ്ദേഹം അതിനെ ഇസ്ലാം എന്ന് പറയും. അതായത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജിഹാദി ആകുന്നത്, അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അതിനെയാണ് സ്ട്രോ മാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് പറയാത്ത കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യുക. ജിഹാദ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ലോകത്തിലെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. പ്രമുഖ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്. അവർ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയ മെത്തേഡ്സിൽ ചരിത്രപരമായ കണക്കുകൾ എടുത്ത് വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് പഠിച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിക്കാത്തതെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസത്തിന് അത് ചേരില്ല. അദ്ദേഹം അടിസ്ഥാനപരമായി ജിഹാദ് എന്ന വാക്കിനെ ഡീമോണൈസ് ചെയ്യണം, കരിവാരി തേക്കണമെന്ന് ഉദ്ദേശത്തോടെ വന്നാൽ ബാക്കി പറയുന്ന ഒന്നും ശരിയാവില്ല. അപ്പൊ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഇവർ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ്. എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം ഖത്തർ ഫണ്ടഡാ, ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിലെ ഹാർവേഡ് കണ്ടോ, ഇപ്പൊ ഇതിനെക്കുറിച്ച് കഥകൾ വരുന്നില്ല. ഇത് ഈ അമേരിക്കൻ എക്സ്ട്രീം റൈറ്റ് വിങ്ങിന്റെ പ്രൊപ്പഗാൻഡയാണ്. കണ്ടോ, ഹാർവേഡിനൊക്കെ പിന്നീട് അവര് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അക്കാഡമിക്കും സ്കോളർലിയുമായി പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിക്കുന്നത്? അവിടെയാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എത്രയോ ജിഹാദ് പറയും. ഇപ്പൊ ജിഹാദ് അൽ അക്ബർ തെറ്റാന്ന് ശ്രീ ആരിഫ് ഹുസൈൻ അഭിപ്രായമില്ല, ഉണ്ടെന്ന് അദ്ദേഹം പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജിഹാദ് അൽ അക്ബർ തെറ്റാണോ? അല്ല. ജിഹാദ് ബിൽ കൽബ്, ഹൃദയത്തിന്റെ ജിഹാദ് തെറ്റാണോ? ജിഹാദ് ബിൽ യദ്, ഹാൻഡിന്റെ കൈയുടെ ജിഹാദ് തെറ്റാണോ? ജിഹാദ് ബിൽ ലിസൺ, ടങ് ജിഹാദ് തെറ്റാ, അല്ലെങ്കിൽ നാക്കുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളിപ്പം ചെയ്യുന്ന അതാണ്, അത് തെറ്റാണോ? ജിഹാദ് അൽ നഫ്സ് തെറ്റാണോ? ജിഹാദ് അൽ നഫ്സ് തെറ്റാണോ? ഡിഫെൻസീവാ. ഇനി രണ്ട്, ഇതിലേക്ക് പോകുമ്പോൾ എത്രയോ കണ്ടീഷനാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് നിങ്ങളെ ആക്രമിക്കണം, അങ്ങോട്ട് കയറി ആക്രമിക്കരുത്. എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാവൂ. ഈ കണ്ടീഷനാലിറ്റി അല്ലേ നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും എല്ലാം പിന്തുടരുന്നത്. ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനെ പോയി അടിക്കില്ല, നമ്മൾ സമാധാനത്തിന്റെ രാജ്യമാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് നമ്മുടെ 26-27 പേരെ കൊല്ലുമ്പോൾ നിങ്ങളുടെ 100 പേരെ ഞങ്ങൾ അടിച്ചു തീർക്കും. ഇന്ത്യ അഗ്രസർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് നമ്മൾ തിരിച്ചടി നൽകുകയല്ലേ? ഇതേപോലെ ഓരോരോ കോണ്ടെക്സിൽ എത്ര ജിഹാദിന്റെ പേരെടുത്ത് ഞാൻ എണ്ണി പറഞ്ഞു. അതൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാത്ത എന്താ അറിയാമോ? അദ്ദേഹം ആ പാരഡൈം ട്രാപ്പിൽ കിടക്കുകയാണ്. അതായത് ജിഹാദ് മോശമാണ്, ജിഹാദി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും മോശമാണ്. ആ ജിഹാദ് എന്ന വാക്കിലേക്ക് ലോകത്തിലെ എല്ലാ തിന്മയും കൊണ്ടുവരിക. പകരം അങ്ങനെയല്ല, ജിഹാദ് എന്ന വാക്ക് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. ജിഹാദ് എന്ന വാക്ക് നന്നായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. ആ നല്ല യൂസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ മഹത്തരമായ സ്വന്തമായി നന്നാക്കാൻ ശ്രമിക്കുന്ന പ്രയത്നം അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രയത്നം എന്നേ ഉള്ളൂ. സ്ട്രഗിൾ, സ്ട്രൈവിംഗ്, പരിശ്രമം. സ്വന്തമായി നന്നാക്കാൻ ഒരാൾ പരിശ്രമിച്ചാൽ, അയാളുടെ തെറ്റുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ ജിഹാദ് തെറ്റാൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്ന തെറ്റാന്ന് അഭിപ്രായമുണ്ടോ? ഒരു സ്ഥലത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, നീ ഇതിൻ്റെ അച്ഛനെ അമ്മയും നേരെ പോയി നോക്കണം, അത് ജിഹാദാണെന്ന്. സ്വന്തം അച്ഛനെ അമ്മയെ നന്നായി നോക്കിയ ജിഹാദിന്റെ പ്രശ്നമുണ്ടോ? ഇതിൽ ഏക തർക്കം, ഈ 7, 8, 9 കാറ്റഗറികൾ പറഞ്ഞതിൽ ഏക തർക്കം ഈ ജിഹാദ്, കൃത്യം വാക്കും കൂടെ പറയാം, ജിഹാദ് അൽ കുഫർ അല്ലെങ്കിൽ ജിഹാദ് അൽ തലബ് എന്ന് പറയുന്ന പ്രിയംറ്റീവായ അങ്ങോട്ടുള്ള ആക്രമണത്തെ കുറിച്ച് മാത്രമേ തർക്കം പോലും ഉള്ളൂ. ബാക്കി 9, 8 തരമുള്ള ജിഹാദുകൾ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആരും പറയുമെന്ന്. പക്ഷേ എല്ലാ വാക്കും ജിഹാദിലേക്ക് കൊണ്ടുവരുന്ന എന്തിനാ? ആ ജിഹാദ് എന്ന വാക്ക് അങ്ങ് മോശമാക്കണം. ആ ജിഹാദ് എന്ന വാക്കിനെ ഏറ്റവും കാര്യമാക്കി കഴിയണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞു, അങ്ങനെ കുറേ പേരെ വെളുപ്പിക്കാൻ പേര് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇട്ട ബെർമുഡ, ഞാനിട്ട വെള്ളി നിക്കർ, അദ്ദേഹത്തിന് അംബേദ്കറിനെ കോട്ട് ചെയ്യാം, അത്
കറക്റ്റാണ്. ഞാൻ വീര സവർക്കറെ കോട്ട് ചെയ്തുകൂടി? അദ്ദേഹത്തിന് അംബേദ്കറെ കോട്ട് ചെയ്യാം, എനിക്കെന്താ വീര സവർക്കറിനെയും മഹാത്മാഗാന്ധിയും വിവേകാനന്ദനെയും കോട്ട് ചെയ്തുകൂടി? അംബേദ്കർ എന്ന് ഞങ്ങൾ ഹിന്ദു മതത്തെക്കുറിച്ച് അംബേദ്കർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ രൂക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണനെ കുറിച്ച് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഹാനായ പെരിയാർ രാമസ്വാമി നായ്ക്കർ പറഞ്ഞത്, പാമ്പിനെയും ബ്രാഹ്മണനെയും കണ്ട ആദ്യം പാമ്പിനെ അടിക്കണം, പിന്നെ ആദ്യം ബ്രാഹ്മണനെ അടിക്കണം, പിന്നീട് പാമ്പിനെ അടിക്കാൻ പാടുള്ളൂ. ആ കാലത്തെ കോണ്ടെക്സ്റ്റിൽ ആൾക്കാർ പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി ആകട്ടെ, വിവേകാനന്ദനാകട്ടെ, നമ്മുടെ രാജ്യമാകട്ടെ, ഇവരെല്ലാം ഈ മധ്യപാത എടുത്തതാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കൃത്യം വാക്കാണ്, ഏത് രീതിയിലെടുത്താലും ജിഹാദ് തിന്മയാണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ ഈ പറഞ്ഞ കൈകൊണ്ട്, മനസ്സുകൊണ്ട്, നാക്കുകൊണ്ട് ഡിഫെൻസീവായി ചെയ്യുന്ന, ആത്മസംശുദ്ധീകരണത്തിൽ ചെയ്യുന്ന ജിഹാദ് തിന്മയാണെന്ന് നിങ്ങളിരിക്കുന്ന ഒരാൾക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവും? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും, എനിക്ക് ഇനി 2 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ 5 മിനിറ്റ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് ആരിഫ് ഹുസൈൻ്റെ വാക്കാണ്, ഏത് രീതിയിലെടുത്താലും ജിഹാദ് തിന്മയാണ്. ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്ന സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്ന ജിഹാദ് തിന്മയാണെന്ന് നിങ്ങളിൽ ഒരാൾക്ക് അഭിപ്രായമുണ്ടോ? ഖൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് ചെയ്യുന്ന ജിഹാദ് തിന്മയാണ് നിങ്ങൾ ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇനിയും നിങ്ങൾ അവിടുത്തെ പല സ്ത്രീകളോടും കൂടി പറയുകയാണ്, നിങ്ങൾ ഹജ്ജിനും ഉംറയ്ക്കും പോവുക. ആ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതാണ് നിങ്ങളുടെ ജിഹാദ്, അതായത് പിൽഗ്രിമേജിന് പോവുക. ഇതാണ് നല്ല ദൈവദത്തമായ സ്ഥലങ്ങളിൽ, ദൈവീകതയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. ബുഖാരി 2784 അത് മോശം ജിഹാദാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പോൾ ഏതെങ്കിലും 100 കാര്യങ്ങളിൽ ഒരു കാര്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എടുത്ത് അതിനെ വക്രീകരിച്ച് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി അത് ഏറ്റവും മോശമാണെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസീറ്റ് അല്ലേ? ബൗദ്ധികമായ ഡിസീറ്റ് അല്ലേ? അല്ലെങ്കിൽ ബൗദ്ധികമായ കാപട്യമല്ലേ? ഡിബേറ്റിന്റെ കാര്യത്തിലെ കാപട്യമല്ലേ? ഇത് ആഡ് ഹോമിനം, ഇതിനെ നമ്മൾ ഡിബേറ്റിൽ പറയുന്നത് ആഡ് ഹോമിനം എന്ന അറ്റാക്കാണ്. അതായത് വ്യക്തിനിഷ്ഠമായി പ്രവാചകൻ മുഹമ്മദ് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് ആദ്യമേ ആക്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ സ്ഥിരം കേൾക്കാറില്ല, ശ്രീകൃഷ്ണൻ മോശമാണ്, അല്ലെങ്കിൽ ശ്രീരാമൻ മോശമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തു മോശമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുക. അങ്ങനെയല്ല, അവരുടെ ജീവിതത്തിലെ ഇന്റലക്ച്വലായ, സോഷ്യലായ, അവരുടെ കോണ്ടെക്സ്റ്റിൽ എടുക്കുന്ന കാര്യങ്ങളല്ലേ വേണ്ടത്. രണ്ട്, ഇതെല്ലാം പറയുന്ന ഇസ്ലാമാണെന്ന് എക്സ് മുസ്ലിമായ അദ്ദേഹമാണ് പറയുന്നത്. കാര്യം അദ്ദേഹം പിന്നിട്ട വഴികളോടായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടായിരിക്കാം, വിരോധം ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിരോധം അദ്ദേഹം സമൂഹത്തിലെ കുത്തിവെക്കുകയാണ്. ഇനി ഞാനിത് പറയുന്നതിന് ഒരു കാരണമുണ്ട്, 1 മിനിറ്റ് എടുത്ത റീസൺ കൂടെ പറയാം. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഞങ്ങളുടേതായ ഒരുപാട് പ്രശ്നം ഞങ്ങൾ ഹിന്ദുക്കൾക്കുണ്ട്. ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ, മദ്യപാനം, കുടുംബഛിദ്രം, ഒരുപാട് ജനസംഖ്യാ തളർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിലുള്ള ഹിന്ദുക്കൾക്ക്, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഇസ്ലാമോഫോബിയ കുത്തിവെച്ച് അവരുടെ ഫോക്കസ് ഇല്ലാതാക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമോഫോബിയ പരത്തുന്നത് ചെയ്യുന്നത്. ഞങ്ങളുടെ ജനുവിനായ പ്രശ്നങ്ങൾ, ഇന്ന് ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു ഡിബേറ്റും അതാണ്, ഹിന്ദുക്കൾ നേരിടുന്ന ജനുവിനായ പ്രശ്നങ്ങൾ. ഈ ജനുവിനായ പ്രശ്നങ്ങൾ നമ്മുടെ മറന്നുകൊണ്ട് നേരെ തിരിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ നോമ്പ് കാലത്ത് മലപ്പുറത്ത് വെള്ളം കിട്ടുന്നില്ല, മലപ്പുറത്ത് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ദ്രോഹം ചെയ്യുകയാണ്. പറഞ്ഞ ആൾക്കാരെ പേര് പറഞ്ഞു തന്നെ പോയി, എന്തിനാ മാറ്റി പറയണേ? വെള്ളാപ്പള്ളി നടേശൻ സാറും ശ്രീ കെ സുരേന്ദ്രനും അടക്കം മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? മലപ്പുറത്ത് ഓക്സിജൻ മാറിപ്പോയാ? ഓക്സിജൻ ജിഹാദായി പോയാ? ഇല്ലല്ലോ. അപ്പം ഇത് മനഃപൂർവ്വം, അതായത് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനായി മുസ്ലിം വിരോധം എന്ന കള്ളം പറയുകയാണ്. ഇത് കാരണം ഞങ്ങൾക്കാണ് നഷ്ടം. അതുകൂടെ കൊണ്ടാണ് മുസ്ലിങ്ങളോടുള്ള സ്നേഹവും സാഹോദര്യത്തോടൊപ്പം ഇതുകൂടെ കൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. രണ്ട്, കോൺസ്പിറസി തിയറികളല്ല വേണ്ടത്. ഈ പറയുന്നതെല്ലാം ഖുറാനിലെ വാക്യങ്ങളല്ലേ? ഖുറാനിലെ വാക്യങ്ങൾ, ഹദീസിലെ വാക്യങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ ചര്യ, ഇത്രയും ജിഹാദുകളിൽ കോൺട്രവേഴ്ഷ്യലായ ഏക കാര്യം ഈ ജിഹാദ് അൽ തലബ് മാത്രമല്ലേ? ഇനി അതിൻ്റെ കോണ്ടെക്സ്റ്റ് യുദ്ധസമാനമായൊരു സാഹചര്യത്തിൽ എടുത്ത് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഞാൻ ഇനി ഒരു കൊട്ടേഷൻ പറയാം, നിങ്ങൾ ആ കൊട്ടേഷൻ പറയുന്നത് തീവ്രവാദമാണോ അല്ലയോ എന്ന് പറയണം. എൻ്റെ മതത്തിന് എപ്പോഴൊക്കെ നാശം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും. എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാനായിട്ടും മതത്തിൽ വിശ്വസിക്കാത്തവരെ നശിപ്പിക്കാനായും ഞാൻ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കും എന്ന് കേട്ടാൽ ഉറപ്പായിട്ടും നമുക്കത് മോശമാണെന്ന് തോന്നും. ഞങ്ങൾ ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമായി വിശ്വസിക്കുന്ന യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നുള്ള ശ്ലോകമാണ്. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നു, എപ്പോഴൊക്കെ നന്മ ഇല്ലാതാകുന്നു, ദൈവീകത ഇല്ലാതാകുന്നു, ദൈവം ഓരോ പ്രവാചകന്മാരെയുമായിട്ട് ഈ ലോകത്തിലേക്ക് വിടും നല്ലവരെ സംരക്ഷിക്കാൻ, ചീത്തതിനെ ഇല്ലായ്മ ചെയ്യാനാണ്. ആ ധർമ്മമെന്ന വാക്ക് മാറ്റി ഞാൻ മതമെന്ന വാക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാലാകാലങ്ങളിൽ എൻ്റെ മതത്തിൽ ഇല്ലാത്തവരെ കൊല്ലണമെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഹിംലറുടെ ലോജിക്കാണ്, നാസികളുടെ ലോജിക്കാണ്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന ഹിംലറുടെ ലോജിക്കാണ്. ഹിംലർ പറയുന്നത് കർമ്മം ചെയ്താൽ മതി എന്ന് കൃഷ്ണൻ പറഞ്ഞുകൊണ്ടുകൊണ്ട് എൻ്റെ കർമ്മം ജൂതന്മാരെ കൊല്ലുകയാണെന്നാണ്.
എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇപ്പം അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ കൂട്ടത്തിൽ ചില ആൾക്കാരുടെ കാര്യം പറഞ്ഞു, അവിടുത്തെ മുഫ്തിയുടെ, അങ്ങനെയുള്ളവർ തെറ്റാണ്. അതുകൊണ്ടല്ലേ ചരിത്രം ഒരേ തള്ളിക്കളയുന്നത്. പകരം ഏറ്റവും പോസിറ്റീവായി മുമ്പോട്ട് പോകും, 1000 വർഷത്തെ രാജ്യം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഹിറ്റ്ലർ ലോകത്തിൽ ഇല്ലാതായത് ഈ എക്സ്ട്രീമിസം കാരണമാണ്. ഒറ്റ പോയിന്റ് ഓർക്കുക അവസാന 2 മിനിറ്റിൽ. എന്നുപോലൊക്കെ എല്ലാ മതത്തിലും മിതവാദികളുണ്ട്, അതിനെ മോഡറേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ പ്രത്യയശാസ്ത്രത്തിലും മിതവാദികളുണ്ട്, അവരെ നമ്മൾ മിതവാദികൾ മോഡറേറ്റ്സ് വിളിക്കും. അവരിൽ എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, തീവ്രവാദികൾ. ആ എക്സ്ട്രീമിസത്തിനെ ആയുധം എടുക്കുന്നവർ ഭീകരവാദികൾ. ഇവിടെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് അപമാനമായ ഒരുത്തൻ, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ, അവർക്ക് നമ്മുടെ ദേശസ്നേഹം കുറഞ്ഞുപോയി, അവർ നാഷണൽ ആന്തം ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് ബോംബ് വെച്ച് 6 പേരെ കൊന്നു. ക്രിസ്ത്യാനികളുടെ കുഴപ്പമാണോ? ദേശസ്നേഹം അല്ലെങ്കിൽ നാഷണൽ ആന്തം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുഴപ്പമാണോ? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കുഴപ്പമാണോ? എന്തൊരു ഭ്രാന്തനാണ്, ആലോചിച്ച് നോക്കുക. 2-3 വയസ്സുള്ള കുട്ടിയെ വരെ കൊന്നു. 6 പേരെന്തോണം വരച്ചെന്ന് തോന്നുന്നു. ദേശീയ ഗാനം പാടുന്നില്ല, ദേശസ്നേഹത്തിൽ നകന്നു പോകുന്നതുകൊണ്ട് ബോംബ് വെച്ച് കൊല്ലുന്നു. ഇതാണതിലെ പ്രശ്നം. അതുകൊണ്ട് ഈ ഇസ്ലാമോഫോബിയ വളർത്താൻ നമ്മൾ അനുവദിക്കരുത്. നേരെ തിരിച്ച് ശ്രീ ആരിഫ് ഹുസൈൻ അടക്കം ഇതിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ലൈൻ മാറ്റി ഇസ്ലാമിലെ 99% ഈ പോസിറ്റീവ് കാര്യങ്ങളും 1% കോൺട്രവേഴ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇത്രയും അതുപോലെ ഹിന്ദുക്കളിലെ കാര്യവും അതുപോലെ ക്രിസ്ത്യാനികളിലെ കാര്യവും ഈ പോസിറ്റീവുകൾ കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്നത്, വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 10 സെക്കൻഡ് എക്സ്ട്രാ എടുക്കും. അതും വിവേകാനന്ദൻ്റെ ഒരു എക്സ്ട്രാ കിടിലൻ കോട്ടാണ്. എനിക്ക് അടുത്ത പ്രാവശ്യം കുറച്ച് തന്നാൽ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു കോട്ടാണ്. അതായത് വിവേകാനന്ദനോട് പറയുമ്പോൾ വിവേകാനന്ദൻ അവിടുത്തെ ജൂതന്മാരോട് പറയുകയാണ്, അടുത്ത പ്രാവശ്യം കുറച്ചോളൂ. വിവേകാനന്ദൻ ജൂതന്മാരോട് പറയുകയാണ്, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കുറ്റം പറയുന്നത് ഒരു മനുഷ്യ പ്രകൃതമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതായത് വിവേകാനന്ദനെ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷുകാരും പാശ്ചാത്യരും ജൂതന്മാരുമാണ്, ഒരു മുസ്ലിം പോലും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതത്തെയും മുസ്ലിങ്ങളെയും കുറ്റം പറയരുത്, പകരം നമുക്ക് സംവദിക്കാം, സംസാരിക്കാം. അപ്പോൾ ആ നന്മ നമുക്കുണ്ടാകട്ടെ, വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെ കാണിച്ചു തന്ന പാതയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിൽ പരിശുദ്ധ ഖുറാനെ ഖുറാന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം, എക്സ് മുസ്ലിങ്ങളുടെ കോണ്ടെക്സ്റ്റിലല്ല മനസ്സിലാക്കേണ്ടത്, വിശ്വാസിയുടെ കണ്ണിൽ നിന്നും മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ നന്മയാണ് കാണാൻ കഴിയുക, തിന്മയുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യാം. ഇത് കാണുന്നത് തെറ്റ് മാത്രമേ കാണുകയുള്ളൂ. അത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ്. എത്ര കൗതുകമാണല്ലേ. ഞാൻ ജിഹാദിൻ്റെ ഡിഫെൻസീവും ഒഫൻസീവ് വശങ്ങൾ സംസാരിച്ചിട്ട് ഒഫൻസീവ് സംസാരിച്ചില്ല. ആരാണ് ഇവിടെ പറഞ്ഞത് ജിഹാദ് മുഴുവൻ തിന്മയാണ് എന്ന്? രാഹുൽ ഈശ്വറാണ്. ഞാൻ പറഞ്ഞത് എന്താ, ജിഹാദിൻ്റെ ആ പോസിറ്റീവ് സൈഡ്സ് ഇത്രയുമുണ്ട്, അതിനെ നെഗറ്റീവായിട്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകാമെന്നാണ്. അവിടെയാണ് അടുത്തത് ശ്രീ ആരിഫ് ഹുസൈൻ അടുത്ത ലോജിക്കൽ ഫാലസി യൂസ് ചെയ്യുന്നത്, അടുത്ത ആഡ് ഹോമിനം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, പിന്നെ ആർക്കും അറിയുന്നത് ശ്രീ ആരിഫ് ഹുസൈനാണ്. എനിക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് അറിയൂ, ഞാൻ ഇസ്ലാമിനെ നിർവചിക്കും, ആ ഇസ്ലാമിനെ വെച്ച് നിങ്ങൾ സംസാരിച്ചോളാം. വലിയ കാര്യമായിട്ട് ഫൊണ്ടാപോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്റ് വിങ് തിങ്ക് ടാങ്ക് പറയുന്നുണ്ട്. ഫ്രഞ്ച് റൈറ്റ് വിങ് തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീവ്ര ഗോഡ്സേവാദികൾ ഫണ്ട് ചെയ്യുന്നത് പോലത്തെ ഒരു തിങ്ക് ടാങ്ക് എന്ന് എടുത്താൽ മതി. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ഒന്നും പറ്റില്ല, പക്ഷേ ഫൊണ്ടാപോൾ കുഴപ്പമില്ല. ഹാർവേർഡ് യൂണിവേഴ്സിറ്റി പറ്റില്ല, ഓക്സ്ഫോർഡ് പറ്റില്ല, യേല് പറ്റില്ല, പ്രിൻസ്റ്റൺ പറ്റില്ല, പക്ഷേ ഫൊണ്ടാപോൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ തിങ്ക് ടാങ്ക്, റൈറ്റ് വിങ് തിങ്ക് ടാങ്ക് ഓക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം റൈറ്റ് വിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് ഖത്തർ ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഫാക്ച്വലി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷനാണ്. അദ്ദേഹം ഉന്നയിച്ചത് സബ്സ്റ്റാൻഷിയേറ്റ് ഇല്ലാത്തൊരു ആരോപണമാണ്. ഖത്തർ ഫണ്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോപണത്തിന് ബേസ് ഉണ്ടോ? ചുമ്മാ കൈ നിന്നിട്ട് പറയുന്നതല്ലേ. അതായത് ഇഷ്ടമില്ലാത്ത അഭിപ്രായം കേൾക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ കാശ് കൊടുത്തിട്ടാണ് പറയുന്നതെന്ന് പറയുന്ന പോലെയല്ലേ. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്പെക്ട്രം എടുത്താൽ അദ്ദേഹത്തിന്റെ പൊസിഷനാണ്, അത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊരു സെന്റർ റൈറ്റ് നിൽക്കുന്ന വ്യക്തിയാണ്. ഇതേപോലെ ലെഫ്റ്റ് വിങ്ങിലെ സുഹൃത്തുക്കൾ കാണും, സെൻട്രിസ്റ്റുകൾ കാണും. ശ്രീ ആരിഫ് ഹുസൈൻ എങ്ങനെ റൈറ്റോ സ്ട്രോങ് റൈറ്റോ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അത് പറയുന്നതിന് മടി കാണിക്കുന്നത് എന്തിനാ? പകരം അതിന് പറയുന്നത് മറ്റവരെ എല്ലാം ഖത്തർ ഫണ്ട് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ആരോപണങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും അങ്ങ് വാരി വിതറുകയാണ്. എന്നിട്ട് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഡിബേറ്റിൽ സ്പെസിഫിക് ആയി കാര്യങ്ങൾ കോട്ട് ചെയ്ത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് കോട്ട് ചെയ്ത് ഇത്രയും അതിൻ്റെ ഖുറാനിലെ വേഴ്സസും മറ്റും ഞാനാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഈ ജിഹാദ് മുഴുവൻ ഒറ്റ വരിയിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ ജിഹാദ് ചീത്തയാണ്, ജിഹാദ് ചീത്തയാണ്. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ ആ ജിഹാദ് ചീത്തയാണെന്ന് പറഞ്ഞൊരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശമാണ്. ആ ദുരുദ്ദേശം ചെയ്യരുത്. 2, ജിഹാദ് പച്ചവെള്ളം വെച്ച് ചെയ്യാം, ഉണക്കമീൻ വെച്ച് ചെയ്യാം. പച്ചവെള്ളമോ ഉണക്കമീൻ എന്നോ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ആ പച്ചവെള്ളമെന്നും ഉണക്കമീനെന്നും പറയുന്നത്? ആ ജിഹാദ് എന്ന വാക്കിനെ ഒന്ന് വക്രീകരിക്കണം, ഒന്ന് മോശമാക്കണം, അതിൻ്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചേർത്ത് വെക്കണം. ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ഫോമാണ് നമ്മൾ നമ്മുടെ TV കാണുന്ന ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, ഹലാൽ ജിഹാദ്, UPSC ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ. ഇതിന് റിയൽ ലൈഫ് കോൺസിക്വൻസ് ഉണ്ടാകണമെന്ന് ശ്രീ ആരിഫ് ഹുസൈനും
ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും മനസ്സിലാക്കണം. അഖിലാഹാദി അടക്കമുള്ള ഒരുപാട് കേസുകളിൽ ഞാൻ വ്യക്തിപരമായി ഇടപെടുകയും സുപ്രീം കോടതിയിലടക്കം പോവുകയും ചെയ്ത ഈ പാരനോയിയ കാരണമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാത്ത കേസുകളുടെ പേരിൽ കുടുങ്ങിപ്പോകുന്നത്. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഈ സങ്കീർണമായ വിഷയങ്ങളെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രമായി യൂസ് ചെയ്യുന്നതിന് ഏത് അർത്ഥമാണുള്ളതെന്നാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്. കാഫിറിന് ഇസ്ലാമിൻ്റെ വീട്ടിലെ വെളിച്ചം പോലും നിഷിദ്ധമാണ്. പിന്നീട് എന്ത് നന്മ ചെയ്താലും ബാക്കി അതിനെയൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമാണ്. അതുകൊണ്ട് ഓടി നടന്ന് കുറ്റങ്ങൾ കണ്ടെടുത്തുക. ഇദ്ദേഹത്തിൻ്റെ രത്നച്ചുരുക്കം, ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്സിന്റെ രത്നച്ചുരുക്കം എന്താ? ഏത് രീതിയിലെടുത്താലും ജിഹാദ് തിന്മയാണ്. അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ആർഗ്യുമെന്റ്സിന്റെ രത്നച്ചുരുക്കം എന്താ? വ്യത്യസ്ത തരം ജിഹാദുകളുണ്ട്, അതിൽ ബഹുഭൂരിപക്ഷവും നന്മയാണ്. അതിൽ കോൺട്രവേഴ്ഷ്യലായി കാണാൻ പോലും കഴിയുന്നത് ഒഫൻസീവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫാണ്. അതിനെക്കുറിച്ച് തീർച്ചയായും സംവാദങ്ങൾ ഉണ്ടാകാം. പക്ഷേ ബാക്കിയുള്ള ഒരുപാട് നന്മയുള്ള ജിഹാദുകളെ കാണാതിരുന്നിട്ട് കാര്യമില്ല. 41 ഇടത്താണ് പരിശുദ്ധ ഖുറാനിൽ ഈ ജിഹാദിനോട് ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്ന കോണ്ടെക്സ്റ്റുകൾ അല്ല അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് അത് വായിച്ചാൽ ആർക്കും മനസ്സിലാകും. പക്ഷേ അത്തരം അക്കാഡമിക് ഡിബേറ്റിലേക്ക് പോകാത്തതിൻ്റെ കാരണം അക്കാഡമിക് ഡിബേറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ കഴിയില്ല. ആ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അദ്ദേഹം എടുത്തിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അദ്ദേഹം തന്നെ ഉണ്ടാക്കി, അദ്ദേഹം തന്നെ ചോദ്യം ചോദിച്ചു, പ്രോംപ്റ്റ് ചെയ്ത് അവസാനം ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഉണ്ടാക്കി. ഇസ്ലാമാണ് ഏറ്റവും വയലൻസ് പറയുന്നതിൻ്റെ എന്തർത്ഥമാണ്? ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ച സംഭവങ്ങളും പ്രത്യയശാസ്ത്രവും എടുത്തു നോക്കിയാൽ നാസികൾ വരും, സ്റ്റാലിൻ വരും, മാവോ വരും. നമ്മുടെ മതങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ അതിൻ്റെ താഴെയേ വരുള്ളൂ. ചൈനയിലെ ഒരു ആഭ്യന്തര യുദ്ധമുണ്ട്, അത് വരും. എല്ലാത്തിലും തെറ്റുകളും നന്മകളും ഇല്ലേ? അപ്പോൾ ഇതിനെ മനഃപൂർവ്വം ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു ബോധപൂർവമായ നറേറ്റീവ് ഉണ്ടാക്കി ആ നറേറ്റീവിനെ ഇല്ലാതാക്കാനാണ്. അടുത്തത് രസമാണ്. ഗാന്ധിജി ഒരുപാട് മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് അംബേദ്കർ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഗാന്ധിജി മാത്രമല്ല, വീര സവർക്കർ അടക്കം ആ വാക്ക് തന്നെ പറഞ്ഞത്. നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ബാക്കിയുള്ളവരെ ദ്രോഹിക്കണമെന്നല്ല. അത് അപക്വമായ ബാലിശമായൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ പരിശ്രമിക്കണമെന്നുള്ളതാണ്, സ്ട്രഗിൾ ചെയ്യണമെന്നുള്ളതാണ്, സ്ട്രൈവ് ചെയ്യണമെന്നുള്ളതാണ്, ബുദ്ധിമുട്ടി ഒരു കാര്യം നേടിയെടുക്കണമെന്നുള്ളതാണ്. ബൗദ്ധികമാകാം, കായികമാകാം, ആശയപരമാകാം, എഴുത്തുകൊണ്ടാകാം, ഇന്ന് സോഷ്യൽ മീഡിയ ജിഹാദ് ആകാം. ഈ ജിഹാദ് എന്ന വാക്കിനെ ബോധപൂർവം കരിവാരി തേക്കുന്നതിൻ്റെ ഉദ്ദേശം അതൊരു ക്യാപിറ്റലായിട്ട് എടുക്കുക. ഇനി ഇദ്ദേഹം പറഞ്ഞ ഫൊണ്ടാപോളിനെ തന്നെ എടുക്കുക. ഫൊണ്ടാപോൾ പോലും മര്യാദയ്ക്കും മാന്യതയ്ക്കും പറയുന്നത് ഒരു തിങ്ക് ടാങ്ക് ആയതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് എന്നേ പറയൂ, അവർ ഇസ്ലാമിക് എന്ന് പറയില്ല. പക്ഷേ ശ്രീ ആരിഫ് ഹുസൈൻ ഇസ്ലാമിക് എന്ന് മാത്രമേ പറയൂ. അതായത് ഇസ്ലാമിക്കും ഇസ്ലാമിസ്റ്റും രണ്ടാണ്, ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണ്, ബ്രാഹ്മണും ബ്രാഹ്മണിക്കലും രണ്ടാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്, മതമാണ്. പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തെയാണ് ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത്. അത് നിരീശ്വരവാദവുമാണ്. അതാണ് എൻ്റെ കൗതുകം. ഇതേപോലെ ഇസ്ലാം പരിശുദ്ധ മതമാണ്, വിശ്വാസമാണ്, ദൈവത്തിലേക്കുള്ള പാതയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് ഇസ്ലാമിസ്റ്റ് അഥവാ ഇസ്ലാമിസം എന്ന് പറയുന്നത്. ബ്രാഹ്മിൺ പരിശുദ്ധമാണ്, പവിത്രമാണ്. എന്നാൽ തീവ്ര ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സിനെയാണ് ബ്രാഹ്മണിക്കൽ വാദം എന്ന് പറയുന്നത്. ഗോഡ്സെയും അല്ലെങ്കിൽ ഗോഡ്സെയുടെ ഗ്രൂപ്പും ഒക്കെ ഈ ബ്രാഹ്മണിക്കൽ വാദികളായിരുന്നു. ബ്രാഹ്മണ്യം പവിത്രമാണ്, ബ്രാഹ്മണിക്കൽ മോശമാണ്. ഈ രീതിയിലുള്ള പഠനങ്ങളല്ലേ മുഖ്യധാരയിൽ ലോകത്തിൽ മുഴുവൻ കാണാൻ കഴിയുക? ഓർത്തു നോക്കുക. ഇനിയും രണ്ട്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അമേരിക്കക്കാരുണ്ടാക്കിയ ChatGPT-യോടും അമേരിക്കക്കാരുണ്ടാക്കിയ ഗ്രോക്കിനോടും കൊടുക്കുക. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്ത പോലെ ഈ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ശ്രീ ആരിഫ് ഹുസൈൻ തന്നെ ChatGPT-യിൽ ഒന്നുകൂടെ എടുത്തിട്ട് നോക്കി ChatGPT-യുടെ അഭിപ്രായം ചോദിച്ചു. അതിൽ ChatGPT വാണിംഗ് ആയിട്ട് പറഞ്ഞത് ഇത് അക്കാഡമികമല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡുമല്ലെന്നാണ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തോട് വേണമെങ്കിൽ യോജിക്കാം. എല്ലാ മതങ്ങളിലുമുള്ള ഈ വയലൻസിൻ്റെ പ്രൊപ്പൻസിറ്റി കുറയ്ക്കാൻ നമുക്കൊരു സംസാരത്തിന് വേണ്ടി തുടങ്ങാം. ഇദ്ദേഹം തന്നെ കണ്ടെത്തിയ ChatGPT പറയുന്നത് അക്കാഡമികമായി ഇത് വാലിഡ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് അല്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റേജ് ബെയ്റ്റിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, എൻ്റെ ഭാഷയല്ല. റേജ് ബെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇത് കാണുമ്പം പ്രകോപിതരാകും, അവർക്ക് മനസ്സിൽ വിഷമം ഉണ്ടാകും. ഇത് കാണുന്ന ഏതെങ്കിലും മുസ്ലിമിന് ശ്രീ ആരിഫ് ഹുസൈനോടോ ബാക്കി സ്നേഹമാണോ ഉണ്ടാകുക? മാക്സിമം പ്രകോപനമാണ് ഉണ്ടാകുക. നേരെ തിരിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാവരിലും നന്മയുണ്ടെന്ന് പറയുക. നാളെ ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ ഓടി വരുമ്പോഴാണ് നമ്മുടെ ഈ നാടിനോട് കൂടുതൽ സ്നേഹം തോന്നും. നാളെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകും. കാര്യം നമുക്ക് ഒരുമയുണ്ട്, ഐക്യമുണ്ട്. നേരെ തിരിച്ച് മുസ്ലിങ്ങളെ മുഴുവൻ കരിവാരി തേച്ച് ഇസ്ലാമോഫോബിയ പരത്തി എന്നിട്ട് മുസ്ലിങ്ങളെ ഞാനൊന്നും പറയുന്നില്ല, ഇസ്ലാമിനെയാണ് പറയുന്നത്, പ്രവാചകൻ മുഹമ്മദിനെയാണ് പറയുന്നതിൽ അർത്ഥമില്ല.
നേരെ തിരിച്ച് എല്ലാ മതത്തിലും ശരിതെറ്റുകളുണ്ടെന്നും ആ ശരിതെറ്റുകളെ നമ്മൾ മാറ്റിയെടുക്കണമെന്നും അതിൽ ശരികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുന്നതല്ലേ നല്ലത്? ഇല്ലെങ്കിൽ ഇത്രയും നേരം വിഷയത്തിലേക്ക് പറഞ്ഞു, ഇത്രയധികം ജിഹാദുകളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു ജിഹാദ്, ഇപ്പം ജിഹാദ് അൽ അക്ബർ, അദ്ദേഹം തെറ്റാണെന്ന് അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം പറയില്ല. ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ പറയാണ്. അടുത്ത റൗണ്ടിലേക്ക് സ്പെസിഫിക്കലി നമുക്ക് പോവാം. ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്ന കാര്യം അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാദം പിൻവലിക്കാൻ തയ്യാറാണ്. എനിക്ക് ഏകദേശം ഇനിയൊരു 2 മിനിറ്റ് ഉണ്ട്. ആ 2 മിനിറ്റ് ഞാൻ ആരിഫ് ഹുസൈന് കൊടുത്തിരിക്കുന്നു. ജിഹാദ് അൽ അക്ബർ അദ്ദേഹത്തിന് തെറ്റാണെന്ന് അഭിപ്രായമുണ്ടോ? യെസ്, അദ്ദേഹം പറഞ്ഞ് ഏത് രീതിയിൽ എടുത്താലും ജിഹാദ് തിന്മയാണ്. ജിഹാദ് അൽ അക്ബർ തിന്മയാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? എൻ്റെ 2 മിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരിക്കും. ഒരുപാട് ഡ്രാമയൊന്നും വേണ്ട, ഇപ്പം തന്നെ പറയാം. ജിഹാദ് അൽ അക്ബർ അൽ ബൈഹക്കി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വി ഹാവ് റിട്ടേൺ ഫ്രം ലെസർ ജിഹാദ് ടു ഗ്രേറ്റർ ജിഹാദ് റിഗാർഡിംഗ് സെൽഫ്. ഇതിലെന്താ എത്ര പറയാനുള്ളത്? പുള്ളിക്ക് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മറുപടി പറഞ്ഞാൽ അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നത്. 2 എന്ന് ഓർക്കുക. ഇപ്പം അദ്ദേഹം പറയുന്നത് അത് ആ പരിപ്പ് അവിടെ വേവില്ല, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നും അറിയുക. പരിഹാസം പരാജിതന്റെ ആയുധമാണ്. പരിഹാസം എന്നും പരാജയത്തിൻ്റെ ആയുധമാണ്. പോയിന്റുകൾ ഇല്ലാത്തപ്പോഴാണ് ആ സാധനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾ എപ്പോഴും ആൾക്കാരെ ബഹുമാനിക്കുന്നത്. എതിർപക്ഷത്തെ പോലും ബഹുമാനിക്കുന്നതിൻ്റെ റീസൺ പലപ്പോഴും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാര്യം അവർ പറയുന്നതിന് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്. ഈ തെള്ളലും വിഴുങ്ങലും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല. ആരാ ചെയ്തത്? ഞാൻ കഴിഞ്ഞ എൻ്റെ 8 മിനിറ്റ് ആയപ്പോൾ നിർത്തി പുള്ളിക്ക് 2 മിനിറ്റ് കൊടുത്തു. പുള്ളി 8 മിനിറ്റോളം സംസാരിച്ചു. ഞാൻ വളരെ സിമ്പിളായിരുന്നു ചോദിച്ചത്, ജിഹാദ് അൽ അക്ബർ നല്ലതാണോ? പുള്ളി പറയാൻ ഉത്തരം എന്താ? ജിഹാദ് അൽ അക്ബർ എന്താ ഡിഫൈൻ ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാം. പുള്ളിയുടെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. പുള്ളിക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല, അപ്പം കുറച്ചുകൂടെ ടൈം വേണം. ഈ 8 മിനിറ്റിനുള്ളിൽ പുള്ളിക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, വേറെ എന്തെങ്കിലും പറ, ആ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ പറയാം. എന്തർത്ഥമാണ് ഇത്? നിങ്ങൾ ആലോചിച്ച് പോകുക. ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ജിഹാദ്. ഒരാളുടെ ആത്മാവിനുള്ളിലെ, മനസ്സിനുള്ളിലെ, അവൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവൻ സ്വയം ഉണ്ടാകുന്ന നെഗറ്റീവുകളെ അവൻ അതിജീവിക്കുക. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, സെൽഫ് ഡിസ്കവറി. ഒരുത്തൻ സർവ്വലോകം നേടുകയും അവൻ്റെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പരിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ആത്മാവിനെ ജയിക്കുക. ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് പുള്ളിക്ക് അറിയാൻ നല്ലതാണെന്ന്, പക്ഷേ നല്ലതാണെന്ന് സമ്മതിക്കാൻ ഒരു മടി. സമ്മതിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ ഹാർഡ് ലൈൻ പൊസിഷൻ തകർന്നു വീഴും. ഇത്രയേ ഉള്ളൂ വിഷയം, വേറെ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇത് ഡിഫൈൻ ചെയ്തല്ലോ. പുള്ളിക്ക് അടുത്ത കിട്ടുന്ന സമയത്ത് പറയണം, നിങ്ങൾ ഓർപ്പിച്ചോണം. ജിഹാദ് അൽ അക്ബർ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, മീനിങ് പറഞ്ഞു. അത് അൽ ബൈഹക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇനി അത് വേറെ അതിൻ്റെ കൃത്യം കൊട്ടേഷൻസ് പറയുന്നത്, എൻ്റെ കൃത്യം കൊട്ടേഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അൽ ഫുർഖാൻ 25:52 ജിഹാദ് കബീര സമാനമായ സാധനമാണ്. ഇതെല്ലാം ഞാൻ എടുത്ത്. പിന്നെ വാ ജാഹിദു ഫി ഇലാഹി ഹക്ക ജിഹാദിഹി ഫലാ തുത്തിൽ കാഫിറാന വാ ജാഹിദും ബിഹി ജിഹാദൻ കബീര. ഇനി ഇതേപോലെ എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അപ്പം ജിഹാദ് അൽ അക്ബർ നല്ലതാണോ ഇല്ലയോ എന്ന ഉത്തരം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ വിടാവൂ. അത് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി 2 അതേ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു ഡെഫിനിറ്റിലേക്ക് എത്താൻ കഴിയുമല്ലോ. പ്രത്യേകിച്ച് അഖിലാഹാദിയുടെ വിഷയം. അതായത് അഖിലാഹാദിയുടെ വിഷയം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് സംസാരിച്ചേ കാണൂ. അഖിലാഹാദിയുടെ വിഷയം നേരിട്ട് ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ താഴെ നിൽക്കുന്ന NIA-യും സുപ്രീം കോടതിയും എടുത്ത നിലപാട് രാഹുൽ ഈശ്വർ എടുത്ത നിലപാടല്ലേ? അതിനേക്കാൾ വലിയ നിലപാടൊന്നും അല്ലല്ലോ ബാക്കിയുള്ളവർക്കുള്ളത്. അതായത് മോദിജി എന്ന് പറയുന്ന ഒരു സെൻറ്റർ റൈറ്റ് നിൽക്കുകയും അമിത്ഷാജി എന്ന് പറയുന്ന കുറച്ചുകൂടെ സ്ട്രോങ് റൈറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന ഹോം മിനിസ്റ്ററുള്ള ഇന്ത്യയിൽ NIA അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ 3 അംഗ ബെഞ്ച് എടുത്ത നിലപാടിനെക്കാട്ടി വലുതാണോ? ഇതാണ് പ്രൊപ്പഗാൻഡ. ഞാൻ അഖിലാദിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, ഞാൻ സത്യം പറയാം, ഞാൻ അഖിലാദിയോട് പലതവണ പറഞ്ഞു, മോളെ മതം മാറിപ്പോവല്ലേ, നീ മതം മാറിപ്പോയ പ്രശ്നമാവും, നീ പറ്റുമെങ്കിൽ ഹിന്ദു മതത്തിൽ തന്നെ നിൽക്ക് ഞാൻ പലതവണ പറഞ്ഞു. അത് മതമാറ്റത്തിനോടോ അല്ലെങ്കിൽ അവളുടെ വിശ്വാസത്തെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകട്ടെന്ന് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ അഖിലാദി പറഞ്ഞില്ല, ചേട്ടാ എനിക്ക് അങ്ങനെ പോയേ പറ്റൂ, എനിക്ക് ആ വിശ്വാസമാണ്. ഞാൻ ആദ്യം ആ വിശ്വാസത്തിലേക്ക് എത്തി. അഖിലാദിയുടെ അമ്മ ഭയങ്കര ഒരു ഹിന്ദു വിശ്വാസിയാണ്, കുറച്ച് ഓവർ വിശ്വാസിയാണ്. അച്ഛൻ പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPI കാരനാണ്. ഞാൻ ഏകദേശം 3-4 തവണ ആ കൊച്ചിനെ വൈക്കത്താണ് വീട്ടിൽ പോയി കണ്ടു. ഞാൻ പലതവണ ഡിസ്കറേജ് ചെയ്തു. ഞാൻ ഗാന്ധിജി ഈ പറയുന്ന പോലെ ഗാന്ധിജിയും വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ഒരുപാട് കോട്ട് ചെയ്ത് നോക്കി, എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മതം മാറണമെന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുകയാണ്. മതം മാറി ഓൾറെഡി. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ അഖില ഹാദിയ എന്ന് വിളിക്കും, കാര്യം ഞാനൊരു ബാലൻസ് കെ നായരാണ്. നീ അഖില എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര്, നീ സ്വീകരിച്ച പേര് ഹാദിയ എന്നാണ്. ഞാൻ നിന്നെ അഖില ഹാദിയ എന്ന് വിളിക്കും. ഞാൻ എന്നിട്ട് ഇനി പറയുന്നതിന് പ്രശ്നമല്ല, അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ജോസഫൈൻ മാഡം ആയിരുന്നു, വനിതാ കമ്മീഷണറായിരുന്നു. ജോസഫൈൻ മാഡത്തെ പോയി കണ്ടു, നികേഷ് കുമാർ സാറിനെ പോയി കണ്ടു, സുപ്രീം കോടതിയിലെ റിപ്പബ്ലിക് ചാനലിലൊക്കെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു, എത്ര കാലമായി ആ കൊച്ചിനെ അങ്ങനെ പിടിച്ചിടാൻ പറ്റുന്നുണ്ട്. ഇതാണ് ലവ് ജിഹാദ് എന്ന് പറയും. ആരിഫ് ഹുസൈൻ ഇപ്പം പറഞ്ഞ ഒരു സങ്കീർണതയില്ലെന്ന് പറഞ്ഞ വിഷയം ഇന്ത്യയിലെ NIA അന്വേഷിച്ച് സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് തീരുമാനിച്ചൊരു വിഷയത്തെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. ഏത് നിലപാട്? ഞാൻ പറഞ്ഞ നിലപാട്.
എനിക്ക് വിഷമമുണ്ട്, ആരും മതം മാറുന്ന എനിക്ക് യോജിപ്പില്ല. ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഹിന്ദുവായി മതം മാറണമെന്ന്. ഞാൻ പറഞ്ഞു ചെയ്യല്ലേ പൊന്നെ, ഇവിടെ ഓൾറെഡി പ്രശ്നങ്ങൾ കൂടുതലാണ്, ഇനി നിങ്ങളും കൂടി ഇങ്ങോട്ട് വന്നാൽ കൂടുതൽ പ്രശ്നങ്ങളെ ആവുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് 100% കള്ളമാണ് ആരിഫ് ഹുസൈൻ അഖിലാദിയുടെ വിഷയത്തിൽ പറഞ്ഞത്. 99 ഈ പല കാര്യങ്ങളിലും 50% ഉണ്ടെങ്കിൽ കള്ളവും സത്യവും മനസ്സിലാക്കാൻ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് വെള്ളയും കറുപ്പും കൂടെ ഇടകലർന്ന് നിന്ന ഗ്രേ ആയി കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അഖിലാഹാദിയ വിഷയത്തിൽ 100% ഇറ്റ്സ് എ ലൈ. ആ ലൈ ആണ് സുപ്രീം കോടതി പൊളിച്ചടക്കിയത്. ആ സുപ്രീം കോടതി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പരമാവധി അഖിലാഹാദിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അവസാനം NIA പറഞ്ഞു ഈ കൊച്ചു വിശ്വാസത്തിൻ്റെ പേര് മതം മാറി. എന്നിട്ട് പറയുകയാണ് അവൾ അവിടെ പോകാത്തത് ഇവിടുത്തെ ആരോ എന്തോ ചെയ്തുകൊണ്ടാണെന്ന്. അഖിലാഹാദിയ വെളിയിൽ പോകാനോ ഒന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. എന്നാൽ നേരെ തിരിച്ച് 3 പെൺകുട്ടികൾ അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിൻ്റെ സ്വാധീനത്തിൽ പോയി. നിമിഷ ഫാത്തിമ, ആതിര എന്നാ പേര് പറഞ്ഞത്, ആതിര തിരിച്ചു വന്ന കുട്ടിയ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെർലിൻ അടക്കമുള്ളവർ, അവരിന്നും ഇന്ത്യയിലില്ല. അപ്പം യഥാർത്ഥ കേസുകളുണ്ട്. അപ്പം അതിന് ഉത്തരവെന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറി പോലുള്ള കള്ള സിനിമകൾ എടുത്ത് 3-ന് പകരം 32,000 പോയി ഇന്ന് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുകയല്ല. നമ്മുടെ നാടിൻ്റെ പ്രശ്നം ഇതാണ്. അതായത് മുസ്ലിം സമൂഹത്തിൽ നിൽക്കുന്നവർ പലരും അവരുടെ ഒരു അരക്ഷിത ബോധവും മറ്റും കാരണം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യില്ല. മറുഭാഗത്ത് വലതുപക്ഷത്ത് നിൽക്കുന്നവർ ഇതിനെക്കുറിച്ച് പരമാവധി പ്രൊപ്പഗാൻഡ ഉണ്ടാക്കി അവർക്ക് ഒരു വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നോക്കും. 3 പേരങ്ങനെ പോയി, സത്യമാണ്. നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായിട്ടില്ല എന്ന്. ഉണ്ടായിട്ടുണ്ട്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകൻ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി പോയിട്ടുണ്ട്. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയായി പോയിട്ട് പിന്നീട് തിരിച്ചു വരുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനം അഥവാ ഫോഴ്സ്ഡ് കൺവേർഷൻ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അത് ഈ 1 കോടിയിൽ 0.0001% ഉള്ള ഇസ്ലാമിസ്റ്റുകളോ തീവ്ര ഹിന്ദുത്വവാദികളോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദികളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും തെളിയുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഡീമോണൈസേഷനാണ്, ബ്ലാക്കനിങ് ആണ്, കറപ്പടിക്കുകയാണ്. ഫൊണ്ടാപോൾ വലിയൊരു കാര്യമായിട്ട് പറയാണ്. ഫൊണ്ടാപോൾ എവിടെ കിടക്കുന്നു? വെറും ഒരു തിങ്ക് ടാങ്ക് ആണ്. യൂണിവേഴ്സിറ്റീസ് എവിടെ കിടക്കുന്നു? അപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ സ്റ്റഡീസിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. വർഷങ്ങളോളം എടുത്ത റിസർച്ചാണ്. പെട്ടെന്ന് അതായത് പിയർ റിവ്യൂഡ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാലേ വർഷങ്ങളെടുത്ത് ചെയ്ത് മെനക്കെട്ട് ബ്ലൈൻഡ് പിയർ റിവ്യൂ ഉണ്ട്, അവരുടെ മോണോഗ്രാഫ് ചെക്ക് ചെയ്യും, വർഷങ്ങളെടുത്ത് ഡേറ്റാ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ ഖുറാനിൽ എവിടെയൊക്കെ ജിഹാദ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ചരിത്രം എന്താണ്, ഇതൊക്കെ നിഷ്പക്ഷരായ തേർഡ് പാർട്ടീസ് പഠിച്ച്, മുസ്ലിങ്ങളോ എക്സ് മുസ്ലിങ്ങളോ അല്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തോടൊരു താല്പര്യം ഉണ്ടാവും, എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വിരോധം ഉണ്ടാകും. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലാതെ, ബയസ് ഇല്ലാതെ, ഫോറോ എഗൻസ്റ്റോ നിൽക്കാത്ത പണ്ഡിത ശ്രേഷ്ഠർ ബുദ്ധിമുട്ടി ഇരുന്ന് പഠിച്ച് മെനക്കെട്ടുണ്ടാക്കിയ റിപ്പോർട്ടുകളൊന്നും പറ്റൂല. ഫൊണ്ടാപോളിൻ്റെ റിപ്പോർട്ട് മാത്രമേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം മനഃപൂർവ്വം ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ട് റൈറ്റ് വിങ്ങിന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനാണ്. ഹിന്ദുക്കളെ അങ്ങനെ അല്ല കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് എൻ്റെ പരിപാടി അതേപോലെ ഒരു വെളിച്ചപ്പാട് വേദാന്തം എന്ന പരിപാടിയിലാണ്. അവിടെ നമ്മൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളായ ആത്മഹത്യ, മദ്യപാനം, കുടുംബചിത്രം, ജനസംഖ്യാ തകർച്ച തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇത് പൊളിറ്റിക്സാണ്. ആരിഫ് ഹുസൈൻ പറയുന്നത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അൾട്രാ റൈറ്റ് വിങ് പൊളിറ്റിക്സ് മാസ് ഡസ് റിലീജിയസ് ക്രിറ്റിസിസമാണ്. ആ മാസ്ക് ചെയ്തുകൊണ്ട് തീവ്ര ഹൈന്ദവ വലതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഗോഡ്സേവാദത്തിനോ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റിനോ ഒരു സ്പേസ് ഉണ്ടാക്കാനായി മനഃപൂർവ്വം ആ സ്പേസിലേക്ക് ഇത് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, നല്ല ഇസ്ലാമിനെ മനസ്സിലാക്കിയവർ പറയുന്ന നമ്മുടെ സോഫിയ ഖുറേഷിയുടെ, ഇന്ത്യക്ക് വേണ്ടി നമ്മളെ റെപ്രസെൻ്റ് സോഫിയ ഖുറേഷിയുടെ അച്ഛനും അപ്പൂപ്പനും എല്ലാം, അച്ഛൻ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക് ക്ലറിക്കും കൂടെയായിരുന്നു. മൗലാന അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന ഒരു ഇമാമായിരുന്നു. ഇവരൊക്കെ പഠിപ്പിച്ചത് ഖുറാനല്ലേ? അപ്പം അവരൊക്കെ മോശം മുസ്ലിങ്ങളാണ്. അതായത് അവരൊന്നും ഇസ്ലാം അല്ല. അവരൊന്നും ഇസ്ലാം അല്ല. ആരാണ് ഇസ്ലാം? ഒസാമ ബിൻ ലാദനാണ് ഇസ്ലാം. അതായത് ആരിഫ് ഹുസൈൻ്റെ കണ്ണിൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ, ഒസാമ ബിൻ ലാദൻ മാത്രമാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നവർ മാത്രമാണ് മുസ്ലിങ്ങൾ. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതിൻ്റെ കാര്യം, പ്രത്യേകിച്ച് അത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കുറേ ഇസ്ലാമിക് കോട്ട് അവിടെ ഇവിടെ ഇട്ട് കണ്ടോ ഇതെല്ലാം ഇന്ത്യ ആക്രമിക്കാൻ വരികയാണ് എന്ന് പറയുന്നതിൻ്റെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ സമയം കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ഒന്നുകൂടെ ഈ പോയിന്റ് റീട്രേറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല. ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്നത് 2 കൊട്ടേഷനോടും കൂടി അൽ ഫുർഖൻ 2552 അതിൽ ജിഹാദൻ കബീറ ഉണ്ട്. 2 അൽ ബൈഹാക്കിയുടെ വി ഹാവ് റിട്ടേൺ ഫ്രം ലെസർ ജിഹാദ് ടു എ ഗ്രേറ്റർ ജിഹാദ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് സെൽഫ് എന്നുള്ളതുണ്ട്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ്. ജിഹാദ് അൽ അക്ബർ ഏതെങ്കിലും തലത്തിൽ തെറ്റാണോ?
ആണോ അല്ലയോ, യെസ് ഓർ നോ എന്ന് പറയണം. അദ്ദേഹം ഈ തെള്ളലും വിഴുങ്ങലിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അദ്ദേഹം എന്താ ആദ്യമേ ആ ഗ്യാരണ്ടി എടുക്കുന്നതെന്ന് അറിയാമോ? പുള്ളി അതാ ചെയ്യാൻ പോണേ. പുള്ളി അത് ചെയ്തിട്ട് ബാക്കിയുള്ളവരത് ചെയ്തു എന്ന് പറഞ്ഞ് ആദ്യമേ ഗ്യാരണ്ടി എടുക്കുക. സോ ഐ എൻ മൈ ടൈം. ഇവിടെ 1 മിനിറ്റ് ഞാൻ എക്സ്ട്രാ ആരിഫ് ഹുസൈന് കൊടുക്കുകയാണ്. എൻ്റെ 8.5 മിനിറ്റേ ആയുള്ളൂ, എനിക്ക് 2 മിനിറ്റ് എക്സ്ട്രാ ഉണ്ട്, അതും ഞാൻ ആരിഫ് ഹുസൈന് കൊടുക്കുകയാണ്. ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്ന പരിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും ലോകം മുഴുവൻ പ്രശസ്തമായ നമ്മുടെ ആത്മാവിനെ നന്നാക്കുന്ന ജിഹാദിന് താങ്കൾ ഉദ്ദേശിച്ച പോലെ ഏതെങ്കിലും രീതിയിൽ തെറ്റുണ്ടോ? എല്ലാ ജിഹാദും ജിഹാദിൻ്റെ എല്ലാ കോണ്ടെക്സ്റ്റിലും തിന്മയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് പിൻവലിക്കാൻ തയ്യാറാകുമോ? നേരത്തെ 2, ഇതൊന്നു കൂട്ടി 3 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കും. താങ്ക് യു. ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നാളെ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ നോക്കണം. ഈ ജിഹാദിനെ കുറിച്ച് ആർക്കാണ് എട്ടും പൊട്ടും തിരിയാത്തത്? ആരാണ് ജിഹാദിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്? ക്രോണോളജി എന്നൊക്കെ അദ്ദേഹം പറയുന്നേ ഉള്ളൂ. ഞാനാണ് ക്രോണോളജി വെച്ച് കാര്യം പറഞ്ഞത്. ഏത് വർഷമാണ് ഈ ആയത്തിറങ്ങിയത്, എവിടെ വെച്ചാണ് ഈ ആയത്തിറങ്ങിയത്, കൃത്യമായ വർഷവും കൃത്യമായ സാഹചര്യവും സന്ദർഭവും അടക്കം ഞാൻ കോട്ട് ചെയ്യുകയാണ്. പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് വിജയവും തോൽവിയും. ഞാൻ വിജയത്തിലും തോൽവിയിലും വിശ്വസിക്കുന്നില്ല. കാര്യം ഞങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നത് അറിയാനും അറിയിക്കാനുമാണ്, വാദിക്കാനും ജയിക്കാനും അല്ലെന്നാണ്. പിന്നെ ഈ പറഞ്ഞതിനോടെങ്കിൽ യോജിപ്പാണ്. ചിലപ്പോൾ അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ മലക്കുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കാര്യം ഞാൻ ചെയ്യുന്നത് ഒരു ജിഹാദാണ്. സത്യത്തിന് വേണ്ടി, ശരിക്ക് വേണ്ടി, നീതിയും എവിഡൻസ് ബേസ്ഡായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ മലക്കുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളത് ഹിന്ദുക്കൾ അതിനെ പ്രപഞ്ച ശക്തി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി പറഞ്ഞ 2-3 പെർഫെക്റ്റ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ എടുക്കുകയാണ്. ഇപ്പോൾ അഖിലാഹാദിയുടെ കാര്യം ഞാൻ കൃത്യമായി വീണ്ടും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പിന്നെ അതിലേക്ക് സ്ട്രെസ് ചെയ്യാത്തത് വളരെ നന്നായി. ഇനിയും ദാറുൽ ഇസ്ലാം, ദാറുൽ ഹറബ് ഇത് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. ഖുറാനിൽ ദാറുൽ ഇസ്ലാം, ദാറുൽ ഹറബ് എന്ന പരാമർശമുണ്ടോ? ഹദീസുകളിലുണ്ടോ? ഇല്ല. അതിനുശേഷമുള്ള ലേറ്റർ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിലാണ് അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇന്ന് ChatGPT അടക്കമുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എങ്ങനെയെങ്കിലും തെന്നിമാറി അദ്ദേഹം സമയമെടുത്ത് ജിഹാദ് അൽ അക്ബർ എങ്ങനെയാണ് മോശം, ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാലും ആത്യന്തികമായി തെറ്റാന്ന് പറഞ്ഞു. ഞാൻ അത്രയും കോണ്ടെക്സ്റ്റ് ഇട്ടിട്ട് ChatGPT 4O 4O ആണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് 03O ആണ് ഇഷ്ടം. പക്ഷേ ഞാൻ 4O എടുത്തിട്ട് ചോദിച്ചു, വാട്ട് ആർ ദി വേസ് ടു ഡു ജിഹാദ് അൽ അക്ബർ? രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായമല്ല, ഫൊണ്ടാപോളിൻ്റെ അഭിപ്രായമല്ല, ഖത്തർ ഫണ്ട് ചെയ്യുന്ന ഹാർവാർഡിൻ്റെ അഭിപ്രായമല്ല, അതിൻ്റെ ടെക്സ്റ്റിലും അതിൻ്റെ ചരിത്രത്തിലും. ഗ്രേറ്റർ ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്നത് സെൽഫിനോട്, നഫ്സിനോട് ചെയ്യുന്ന ഇന്നർ സ്പിരിച്വൽ എഫേർട്ടാണ്. സ്വയം കൂടുതൽ മെച്ചപ്പെടാൻ, ഡിസിപ്ലിൻ ആകാൻ, എത്തിക്കലി ധാർമ്മികമായി നന്നാകാൻ വേണ്ടിയാണ്. ഇത് വയലൻസ് അല്ല, മോറലും സ്പിരിച്വലും ഇംപ്രൂവ്മെൻ്റ് ആണ്. വേ ടു പ്രാക്ടീസ് ജിഹാദ് അൽ അക്ബർ. കൺട്രോളിങ് ദ ഈഗോ. സ്വന്തമായിട്ട് അഹങ്കാരവും ഈഗോയും കൺട്രോൾ ചെയ്യുക. ഹ്യൂമിലിറ്റി ഉണ്ടാകുക, വിനയം ഉണ്ടാകുക, ആത്മനിയന്ത്രണം, സെൽഫ് റിസ്ട്രെയിൻ ഉണ്ടാകുക. റെക്കഗ്നൈസ് യുവർ ലോവർ ഡിസയേഴ്സ്, അതായത് നിങ്ങളിൽ താഴെയുള്ള ഡിസയേഴ്സ് ആയ ഗ്രീഡ്, ആങ്കർ, ജലസിയെ മനസ്സിലാക്കി മാറ്റുക. കൺസിസ്റ്റൻറ്റ് സെൽഫ് പ്യൂരിഫിക്കേഷൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നെഗറ്റീവിനെ മാറ്റുക, കൂടുതൽ അറിയുക. ഓണസ്റ്റി, പേഷ്യൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സിൻസിയറിറ്റി ഉണ്ടാക്കുക. എൻഗേജ് ഇൻ ഇൻട്രോസ്പെക്ഷൻ, അതിനെ വിളിക്കുന്നത് മുഹസബ എന്നാണ്, അതായത് ആത്മപരിശോധന, അത് ഡെയിലി ചെയ്യുക. സ്പിരിച്വൽ ഡിസിപ്ലിൻ എടുക്കുക, അറിവുണ്ടാക്കുക, ബാക്കിയുള്ളവരെ സെൽഫ്ലെസ്സി സേവിക്കുക. സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ, അതായത് ശക്തരോട്, മീൻസ് ഗവൺമെൻറ്റുകളോടോ ആരാണെങ്കിലും അവരോട് സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ. ഹാർഡ്ഷിപ്സിലൂടെ പോകുക, റെഗുലർ റിപ്പൻഡൻസ് ഉണ്ടാകുക. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ജിഹാദ് അൽ അക്ബർ. പുള്ളി പറഞ്ഞതല്ല. ഫാക്ച്വലി അത് തെറ്റാണ്. ഒരു ഫാക്ട് ചെക്ക് ചെയ്യുകയാണ്, ഫാക്ച്വലി അത് തെറ്റാണ്. 1. 2, ദാറുൽ ഇസ്ലാമും ദാറുൽ ഹറബും ഖുറാനിലും ഹദീദിലുമല്ല, ലേറ്റർ ജൂറിസ്പ്രുഡൻസിലാണ് ഉണ്ടാകുന്നത്. അടുത്ത ഫാക്ട് ചെക്ക്. 3, അദ്ദേഹത്തിന് ത്രെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും, ഒരുപക്ഷെ ആരിഫ് ഹുസൈൻ ജിക്ക് കൂടി അറിയായിരിക്കും. കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് വന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന എനിക്കാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവിടെ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പോകുമ്പോൾ എന്നെ അന്നത്തെ IG ആയപ്പം പിന്നീട് അഡീഷണൽ DGP ഒക്കെ ശ്രീജിത്ത് IPS വിളിക്കുകയും എന്നെ പനങ്ങാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അപ്പം ഞാൻ ആകെ ദേഷ്യപ്പെട്ടു. ഞാൻ ഒരു പരിപാടിക്ക് പോകല്ലേ, പ്രത്യേകിച്ച് എല്ലാവരോടും കൂടിച്ചേരാനുള്ള, കൂടുതൽ സംസാരിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സ്ട്രോങ് ഇസ്ലാമിക് പൊസിഷൻ എടുക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിക്ക് പോവുകയാണ്, എനിക്ക് പോയേ പറ്റൂ. ഏകദേശം 120 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചെത്തി എന്നോട് ബ്രീഫ് ചെയ്തു. നിങ്ങളെ പോലുള്ള വെളിയിൽ നിന്നൊരാളെ വിളിക്കുന്നത്
ചെയ്യുന്നതിന് ഐസിസ് പോലുള്ള തീവ്രവാദി സംഘടനകൾക്ക് ഇതിൽ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഇൻ്റലിജൻസ് റീഡ് ചെയ്യുന്നത് ഫ്രഞ്ച് മോഡൽ ഒരു നീഷ് അറ്റാക്ക്, അതായത് ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ടുണ്ട്, നിങ്ങളെ ഈ പരിപാടിക്ക് വിടാൻ കഴിയില്ല. തീവ്രവാദികൾ എല്ലാ കാലത്തും എല്ലാ ലോകത്തും എല്ലാ രാജ്യത്തും ഉണ്ട്. ആ തീവ്രവാദികളെ മാറ്റി നിർത്തുന്നതിലാണ് നമ്മുടെ വിജയം. ആ മിതവാദികളെ ചേർത്ത് നിർത്തുന്നതിലാണ് വിജയം. ആ വിജയമാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ നെഹ്റുജി എതിർത്തിട്ടും മഹാത്മാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും വേദികളിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം. അങ്ങനെയല്ലേ? അതായത് എക്സ്ട്രീം ആയുധമെടുത്തവരോട് സംസാരിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരോട് സംസാരിച്ച് ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് എത്താം. RSS പഴയ പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം വേണം ഇന്ത്യ എന്ന ആശയം ഉപേക്ഷിച്ചു. ജമാഅത്തെ ഇസ്ലാമി പഴയ പോലെ ഒരു മുസ്ലിം രാഷ്ട്രം ആകണമെന്ന് ഇന്ത്യ ഉപേക്ഷിച്ചു. അവർ മോഡറേഷനിലേക്ക് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കുകയല്ലേ, തള്ളിക്കളയുകയാണോ വേണ്ടത്? പഴയ പോലെ ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുത്വ രാജ്യം മാത്രമാവില്ല, ഒരിക്കലും ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമാകില്ല, ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റിസ്റ്റ് അല്ലെങ്കിൽ രാജ്യമാകില്ല, ഒരിക്കലും ഒരു മാവോയിസ്റ്റ് രാജ്യമാകില്ല. ഇന്ത്യയായി തന്നെ തുടരും. അതിന് ഈ ബഹുസ്വരതയാണ് വേണ്ടത്. ആ ബഹുസ്വരതയ്ക്ക് സംഭാഷണങ്ങളുമാണ്. അതുകൊണ്ട് ആ ത്രെറ്റ് അടക്കമുള്ള, അദ്ദേഹം ചോദിച്ചതിൻ്റെ ചോദ്യങ്ങളാണ്, ത്രെറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് കഴിയുന്നത്ര ആൾക്കാരെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ വിജയം. ഇനി ഒരു ഡീറാഡിക്കലൈസേഷൻ്റെ കാര്യം പറഞ്ഞു, വളരെ ആവശ്യമാണ്. കാര്യം അങ്ങനെ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയല്ലേ അജ്മൽ അമീർ കസബുമാർ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ 3 പേരെ പോയുള്ളെങ്കിലും 32,000 എന്ന് കേരള സ്റ്റോറി കള്ളം പറയുകയാണ്. 3 പേര് പോയത് റാഡിക്കലൈസേഷൻ്റെ സൈൻ തന്നെയാണ്. ഇല്ലെന്ന് ആര് പറയും? നമ്മുടെ നാട്ടിൽ ചെന്ന് കാശ്മീരിലെ പട്ടാളക്കാരോട് പോരാടി 4 പേര് മരിച്ചു എന്നാണ് നമ്മുടെ സൈന്യം പറയുന്നത്. നമ്മളത് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ആ എൻ്റെ മയ്യത്ത് കാണണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുള്ള നാടല്ലേ ഇന്ത്യ. അപ്പോൾ തീവ്രവാദികളെ എതിർക്കുക, പകരം മിതവാദികളെ ചേർത്ത് നിർത്തുക. ഈ ഡീറാഡിക്കലൈസേഷൻ്റെ ആദ്യ ഹെഡ് ആരെന്നറിയാമോ? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഇന്ത്യയിലെ ആദ്യ മുസ്ലിം IB ചീഫായ സയ്യദ് ആസിഫ് ഇബ്രാഹിം. അതായത് നമ്മുടെ നാട്ടിൽ ഡീറാഡിക്കലൈസേഷൻ നടത്തുന്നത് ഈ പ്രത്യേകിച്ച് ISIS അടക്കമുള്ള കാര്യങ്ങൾ വന്ന് നമ്മുടെ ഒരുപാട് ആൾക്കാരെ തെറ്റായ രീതിയിൽ കൊണ്ടുപോയപ്പോൾ കേരളത്തിൽ നിന്ന് 100 120 ആണ് പോയെന്നാണ് ശ്രീ പിണറായി വിജയൻ അടക്കം നൽകുന്ന കണക്ക്. ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും പോയി. അവർക്ക് ഭ്രാന്ത് തന്നെയാണ്, മതഭ്രാന്ത് കയറുന്നതാണ്. ഇതേപോലെ മതഭ്രാന്ത് ഹിന്ദുക്കളിലുണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികളുണ്ടായിട്ടുണ്ട്. ആ മതഭ്രാന്തുള്ളവരെ നമ്മൾ തള്ളി പറയണം. പക്ഷേ മിതവാദികളെ കൂടെ നിർത്തണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷയം. ഇനി അദ്ദേഹത്തിന് 2 3 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തു. അദ്ദേഹം എന്തുകൊണ്ടാണ് ജിഹാദ് അൽ അക്ബർ, അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അറിയാം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധിയാകുന്നത്. ജിഹാദ് അൽ അക്ബർ തെറ്റില്ല, പക്ഷേ ഈ ഒഫൻസീവ് ജിഹാദിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കറക്റ്റ് പൊസിഷൻ. അതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അംഗീകരിക്കാത്തത്? അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഹാർട്ട് ലൈൻ പൊസിഷൻ താഴെ പോകും. ബാക്കിയുള്ള ജിഹാദിനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി വലിച്ചു കയറ്റി ഈ കരിവാരി തേക്കുന്നതിന് എന്തർത്ഥമാണ്? എന്നിട്ട് അതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് മെഴുകി, അതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പള്ളിയിൽ പോയാൽ മതി, പരിപ്പ് വേവില്ല. ഇതിലെ പ്രശ്നം എന്താ? നമ്മുടെ നാട്ടിലെ 100 കോടിയോളം മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലെ 99% ആൾക്കാർ നമ്മളെപ്പോലെ സാധാരണയായി കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളോടെ ജീവിക്കുന്നതാണ്. അതിൽ വലിയൊരു ശതമാനത്തിന് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, വിഷമമുണ്ട്. കഴിയുന്നത്ര ഒരുമിച്ച് നിൽക്കാനുള്ള കാര്യങ്ങളാണ്. ആളുടെ പേര് പറയുന്നില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, എനിക്ക് ഈ വീര സവർക്കറിൻ്റെ ഒക്കെ റെഫറൻസ് കൊണ്ടു തന്നത് ഒരു മുസ്ലിം സുഹൃത്തും പറ്റുക. അപ്പം ഞാൻ ആലോചിച്ചത് അവരുടെ നന്മയാണ്. അതായത് വീര സവർക്കറിനെ നമ്മുടെ തീവ്ര ഇടതുപക്ഷക്കാരടക്കം ഷൂ നക്കിയെന്നും വളരെ മോശം ആണ് വിളിച്ചു പറയുന്നത്. പക്ഷേ വീര സവർക്കർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിച്ചാണ് ആ പുസ്തകം ഒരു വ്യക്തി എനിക്ക് കൊണ്ടു തന്നത്. ആ വ്യക്തിയുടെ ഒരു സുഹൃത്ത് വിടിരിപ്പുണ്ട്. ആൾക്കാർ ഒരുമിച്ച് പോകാൻ പാത കണ്ടെത്തുന്നതിന് പകരം 100% യോജിക്കുകയാണ്, 10% വിയോജിപ്പുണ്ട്. ആ 10% മുറിവാക്കി, മുറിവ് പുണ്ണാക്കി, പുണ്ണിൽ ഉപ്പിട്ട് വീണ്ടും അത് പരസ്പരം ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഈ ഫൊൻഡാപോളിൻ്റെ റിസർച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിനോട് അടുത്ത് നിൽക്കുന്ന ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന ഏക സാധനങ്ങളൊന്നും ഫൊൻഡാപോളാണ്. വെറും ഒരു തിങ്ക് ടാങ്കാണ്. വെറും ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് മോശമാക്കാനല്ല, അതിനേക്കാൾ എത്രയോ മേളിലാണ് സ്കോളർലി റിസർച്ചിൽ യൂണിവേഴ്സിറ്റീസ്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം ഖത്തർ ഫണ്ട് ചെയ്തതായി. പെട്ടെന്നാണ് ആരോപണം ഉണ്ടാകുന്നത്. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം അവർ വിലയ്ക്ക് മേടിച്ചു എന്നായി. ഇത് പറയുന്നതിനാണ് അർത്ഥമില്ലാത്തത്. അവിടെയാണ് എനിക്ക് ശ്രീ ആരിഫ് ഹുസൈനോടും പറയാനൊരു കൗതുകമുള്ളത്. എന്നോട് ഇതേപോലെ ഒരു മുസ്ലിം സുഹൃത്ത് 2-3 ദിവസം വിളിച്ച് പറഞ്ഞു, അത് ഈ ആരിഫ് ഹുസൈൻ്റെ പിന്നിൽ ഇസ്രായേലാണ്. ആരിഫ് ഹുസൈനും ക്രിസംഗീയമായ നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും എറണാകുളത്തെ 4 സീസൺസ് ഹോട്ടലിൽ ഒരു മീറ്റിംഗ് ഇസ്രായേലുകളോട് നടത്തി. രസമുള്ള സംഭവം നടത്തി. ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോണം, ഇസ്രായേലുകാർ നിങ്ങളെയൊക്കെ അങ്ങനെ അടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ പുള്ളി പറഞ്ഞ ആ സിൻസിയറിറ്റി കാരണം എനിക്ക് കുറേ നേരം ഇങ്ങനെ ഒരു ചമ്പലുണ്ട്. അവസാനം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ആ പരിപാടി ഓർഗനൈസ് ചെയ്തത് ഞാനാണ്. ആ 4 സീസൺ ഹോട്ടലിൽ ആരിഫിനെയും PC ജോർജ് സാറിൻ്റെ മകൻ ഷോണിനെയും ഒക്കെ വിളിച്ചത് ഞാൻ. ഈ സമവായം ഉണ്ടാക്കണം.
ഇസ്രായേൽ ആണെങ്കിലും ജൂതന്മാർ, അല്ലെങ്കിൽ ജൂതന്മാരാണെങ്കിലും അറബികളാണെങ്കിലും ഇസ്രായേലുകാരാണെങ്കിലും മുസ്ലിം ജനതയാണെങ്കിലും ആത്യന്തികമായി എബ്രഹാമിൻ്റെ മക്കളും സഹോദരങ്ങളുമാണ്. നമ്മൾ ഹിന്ദുക്കൾക്കും വിശാല അർത്ഥത്തിൽ ഇന്ത്യക്കാർക്കും ചെയ്യാൻ കഴിയുന്നത് ഇവർക്ക് കോമണായ കുറേ പോയിന്റ് ഉണ്ടെന്ന് നോക്കുക. അതാണ് ട്രംപിനെ സാധാരണ എനിക്ക് ഇഷ്ടമല്ല. ഈ എബ്രഹാം അക്കോർഡ്സ് വരുന്നതിൻ്റെ റീസൺ കോമണാലിറ്റി കണ്ടെത്തുക, പ്രോത്സാഹിപ്പിക്കുക. പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും മെൻഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരിലൊന്ന് യേശു ക്രിസ്തുവാണ്. കോമൺ പോയിന്റ് ആണ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുക. ഈ കോമൺ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുക, ഖുറാനെ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഉള്ളിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ആ ഉദ്ദേശശുദ്ധിയെ തകിടം മറിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സാധാരണ മുസ്ലിമിന്റെ മനസ്സിലേക്ക് വേദനയാണ്. കാര്യം ഇതാണ് രാഹുൽ ഈശ്വർ തോന്നുന്നത്. ഒരു ശ്യാംകുമാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 9:28. അതുകൊണ്ട് ഈ ശ്യാംകുമാർ അടക്കമുള്ള അല്ലെങ്കിൽ വേടൻ അടക്കമുള്ള ആൾക്കാർ എൻ്റെ ദൈവത്തെക്കുറിച്ച്, ഞാൻ ശ്രീരാമൻ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. അതേ ദേഷ്യമല്ലേ ഒരു മുസ്ലിമിന് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന. അവൻ വിശ്വസിക്കുന്ന പ്രവാചകൻ മുഹമ്മദിനെ കുറ്റം പറയുന്നു, അവൻ വിശ്വസിക്കുന്ന ഖുറാനെ കുറ്റം പറയുന്നു. എൻ്റെ രാമായണത്തെയോ എൻ്റെ ഗീതയോ അങ്ങനെ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലെ ബ്രാഹ്മണരോട് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ബ്രാഹ്മണർ തമിഴ്നാട്ടിൽ നിന്ന് വിട്ട് അമേരിക്കയിലൊക്കെ പോയത്. പെരിയോർ രാമസ്വാമി നായക്കർ അടക്കമുള്ള ദ്രാവിഡ മൂവ്മെന്റ്സ് വന്നപ്പോൾ. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുകയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രസക്തി. ഇനി 10 മിനിറ്റ് എനിക്ക് 8 മിനിറ്റും കൂടെ കാണും. 99% ഒരു ബാദ്ഷയാണ് ചോദിച്ചിരിക്കുന്നത്. 99% മുസ്ലിം മതവിശ്വാസികളും മോഡറേറ്റ് എന്ന് രാഹുൽ പറയും. 1% എക്സ്ട്രീമിസ്റ്റ് എന്നും പറയുന്നു. കറക്റ്റ്. ജീവിതത്തിൽ 100% നന്മ ചെയ്തിട്ടും അല്ലാഹുവിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യനെ നരകത്തിൽ പീഡിപ്പിക്കുന്നത് ഏത് നിലയിലാണ് താങ്കൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതല്ല, കേട്ടാ തോന്നുന്നു നിങ്ങൾ നരകത്തിൽ ആരെങ്കിലും ഇട്ട് പീഡിപ്പിച്ചത് കണ്ടിട്ട് വന്നു. ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നതല്ലേ? ഇതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് അത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നതല്ലേ? അല്ലാതെ കണ്ട അള്ളാഹു നരകത്തിലിട്ട് പീഡിപ്പിക്കുന്നതിനെ ഏത് നിലയിലാണ് ന്യായീകരിക്കാൻ കഴിയുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പോയി കണ്ടിട്ട് വന്നാണെന്ന് തോന്നുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെറിയ പ്രായത്തിൽ എനിക്ക് 2 വയസ്സുള്ളൊരു മോനുണ്ട്, 8 വയസ്സുള്ളൊരു മോനുണ്ട്, യാഗും യുഗും. അവരോട് നമ്മൾ പറയും കഴിക്കുമ്പം ചോറ് താഴെ പോകരുത്, 7 ദിവസം നരകത്തിൽ കിടക്കുമോ. എന്ന് പറഞ്ഞാൽ നാളെ ഇവനെ നരകത്തിലിടുന്നല്ലോ. ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണമെന്ന് വിശ്വസിച്ച് മോനെ നിനക്ക് നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നല്ലേ. അല്ലാതെ അതിനപ്പുറം ഈ പറയുന്നത് പോലെ ഒരു ഡിസിപ്ലിനിങ് മെക്കാനിസം ആയിട്ടാണ് ഇത് പറയുന്നത്. താങ്കൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത് മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ ഇസ്ലാമിൽ പറയുന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ നരകത്തിൽ തള്ളിയിടുന്ന വിരോധാഭാസത്തിൽ ആര് തള്ളിയിടുന്നു? അവിടെയാണ് പ്രശ്നം. ഈ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോർത്ത് ചെയ്യുക. പറ്റുമെങ്കിൽ ആരെങ്കിലും യൂട്യൂബിൽ കഴിഞ്ഞ ആഴ്ച എന്നെ പോയി, എനിക്കൊന്ന് വിജേഷ് ആണെന്ന് തോന്നുന്നു, ഒരു കണ്ണൂരിൽ നിന്ന് വിളിച്ചൊരു വ്യക്തിയുണ്ട്. പുള്ളി എന്നെ ആ സംഭാഷണം നിങ്ങൾ കേൾക്കണം. പാവപ്പെട്ട മനുഷ്യനാണ്, ഇതേപോലത്തെ ഇസ്ലാമോഫോബിയുടെ സംസാരത്തിൽ പെട്ടുപോകുന്നതാണ്. സെപ്റ്റിക് ടാങ്കും വഴിയരിയിലുള്ള കമ്പി കെട്ടലും ഇതെല്ലാം മുസ്ലിങ്ങളുടെ ഗൂഢാലോചന എന്നാണ് പുള്ളി പറയുന്നത്. അതായത് സെപ്റ്റിക് ടാങ്കിലും മറ്റും ഇതുണ്ട്, അത് മുസ്ലിങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയാണ്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഇതിലേക്ക് പോകുന്നൊക്കെ. ഇനിയും എനിക്ക് PC ജോർജ് സാറിനെ വലിയ ഇഷ്ടമാണ്. എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലാണ്. പുള്ളി ശബരിമലയ്ക്ക് എന്നെ സഹായിച്ച പുള്ളി എന്നോട് പറഞ്ഞാണ്, അഫ്ഗാനിസ്ഥാനിലേക്ക് കോഴിക്കോട് നിന്ന് 400 പെൺകുട്ടികളെ കപ്പൽ മാർഗം കൊണ്ടുപോയി. ഈ പറയുന്ന പോലെ ലോജിക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒറ്റ പ്രശ്നമേ ഉള്ളതിന്, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അതായത് അഫ്ഗാനിസ്ഥാനിൽ കോഴിക്കോട് നിന്ന് 400 പെൺപിള്ളേരെ കൊണ്ടുപോകാൻ അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. ഇസ്ലാമിനെ ശത്രുവായി നിർത്തിക്കൊണ്ടൊരു നെറേറ്റീവ് ഉണ്ടാക്കുക മാത്രമാണ് എനിക്ക് ഇസ്ലാമിൻ്റെ തിയോളജിയിൽ തിയോളജിക്കൽ ഡിബേറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് സോഷ്യലും കൾച്ചറലും ഹാർമോണിയസ് ബിൽഡിംഗ് ആണ്. യഥാർത്ഥത്തിൽ ശ്രീ ആരിഫ് ചെയ്യുന്നത് അതിൻ്റെ തിന്മകളെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളോ അതിലെ കോൺട്രവേഴ്ഷൻ എന്ന് വിളിക്കുന്ന കാര്യങ്ങളോ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് മുമ്പോട്ട് വെക്കുക. അതിൽ ഞാൻ ചെയ്യുന്നത് കോൺട്രവേഴ്ഷ്യൽ ഉണ്ടാകാം, ഒരുപാട് പോസിറ്റീവുകൾ ഉണ്ടാകാം. ഇത്രയധികം പോസിറ്റീവുകൾ ഉണ്ടെങ്കിൽ ആ പോസിറ്റീവിൽ ഹൈലൈറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതാണ്. ഇതാണ് അതിലുള്ള വ്യത്യാസം. 2, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജിഹാദ് ആസ് പെർ ഖുറാൻ ആൻഡ് ഹദീസ്? ഈ ചോദ്യമാണ് നേരത്തെ പറഞ്ഞത്. ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബും ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഖുറാനിലില്ല, ഹദീസുകളില്ല. ഞാൻ അത് ചെക്ക് ചെയ്തു. അങ്ങനെ ഖുറാനിലോ ഹദീസിലോ ഇല്ല. പിന്നീട് ഇസ്ലാമിക് ലീഗൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമായിട്ട് വന്നതെന്നാണ് ഇതടക്കം എല്ലാം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയാനുള്ള കാര്യം, ഇതിൽ നമ്മൾ ഫാക്റ്റ് ബേസ്ഡ് ആയിരിക്കണം, അക്കാഡമിക് ആയിരിക്കണം. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകണമെന്നല്ല അർത്ഥം. അക്കാഡമിക് എന്ന് പറഞ്ഞാൽ അതിന് അതായത് എസൻസുകാർ പൊതുവേ എവിഡൻസ് ഷുഡ് ലീഡ് എന്ന് പറയും. എവിഡൻസ് ഷുഡ് ലീഡ് എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് റെഫറൻസ് വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം, കോണ്ടെക്സ്റ്റ് വേണം, ഹിസ്റ്ററി വേണം. ആ കോണ്ടെക്സ്റ്റുകളെ എടുത്ത് ശരിയായ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിക്കണം. ഇതിന് ചരിത്രത്തിൽ തെറ്റുകൾ ഉണ്ടായാൽ ആ ചില തെറ്റുകൾ പുനർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് മാറ്റാം. എന്നോട് വളരെ സീരിയസ് ആയിട്ട് NDTVയിലെ ബർഖാദത്ത് പറഞ്ഞു, മറ്റേ മനുസ്മൃതിയിൽ സ്ത്രീകളെ വളരെ അപമാനിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പിന്നോക്ക ജാതികളെ അപമാനിക്കുന്ന ചാപ്റ്റർ ഉണ്ടെന്ന്. ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം നമുക്കത് മാറ്റാം, അല്ലാതെ ഇപ്പം അതിനെ പുനർവ്യാഖ്യാനിച്ചെങ്കിൽ മാറ്റാം, അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇപ്പം അങ്ങനെ ഒരു 5000 വർഷം മുമ്പ് മനു എഴുതി വെച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പാവഭാരം മുഴുവൻ എൻ്റെ തലയിലോട്ട് എനിക്ക് എടുക്കാൻ പറ്റൂലല്ലോ.
അന്നത്തെ കാലത്ത് എഴുതിയായിരിക്കും. ഇപ്പം ശൈശവ വിവാഹം നല്ലതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? മഹാത്മാഗാന്ധി ശൈശവ വിവാഹം ചെയ്ത ആളല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ വേറെയാണ്. ഇതേപോലെ 1400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ എഴുതിയെടുത്തൊരു കാര്യം, നമുക്ക് ചോദ്യങ്ങളുണ്ട്. ചോദിക്കണം. ഹലോ, കേൾക്കാവോ? രാഹുല് കുറച്ച് മുമ്പ് ഇപ്പം മുഹമ്മദ് ബാഷ ഒരു കാര്യം ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അതൊക്കെ ആൾക്കാരുടെ വിശ്വാസമല്ലേ, അത് എവിടെയാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും താങ്കൾ പറഞ്ഞതൊക്കെ യുദ്ധ സമയത്തെ കോണ്ടെക്സ്റ്റിലുള്ളതാണെന്നൊക്കെ. ഖുറാന്റെ ആദ്യത്തെ അധ്യായത്തിൽ അവിടെ യുദ്ധമൊന്നും തുടങ്ങുന്നൊന്നുമില്ല. അതിനകത്തുള്ള ഒരു വരിയാണ്, അള്ളാഹ് ഹാസ് സീൽഡ് ദെയർ ഹാർട്ട്സ് ആൻഡ് ദെയർ ഹിയറിംഗ് ആൻഡ് ദെയർ സൈറ്റ് ഈസ് കവേർഡ്, ദേ വിൽ സഫർ എ ട്രിമണ്ടസ് പണിഷ്മെന്റ്. അതാരെ പറ്റിയാന്ന് ഞാൻ പറയാം. As for those who persist in disbelief, it is the same whether you want them or not, they will never believe. നമ്പർ ഒരു സെക്കൻഡ് നമ്പർ പറഞ്ഞാൽ ഞാൻ കൂടെ സെർച്ച് ചെയ്യാൻ കാര്യം എനിക്ക് അല്ലാതെ അറിയില്ലല്ലോ. സെർച്ച് നമ്പർ പറഞ്ഞാൽ ഞാൻ പറയാം ഒരു സെക്കൻഡ്. അതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർത്തീകരിച്ചു. അപ്പോൾ താങ്കൾ പറഞ്ഞു ഇതൊക്കെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ. ഖുറാൻ വായിക്കുന്ന ഒരാൾ, ഒരു ഡിസ്ബിലീഫർ ആയിട്ടുള്ള ഞാൻ ഖുറാൻ വായിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ വാൺ ചെയ്യണ്ട, അവർക്കുള്ള പണിഷ്മെന്റ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ആ പണിഷ്മെന്റ്? നരകത്തിലിട്ട് പൊരിക്കും എന്നുള്ളത് തന്നെയാണ് ആ പണിഷ്മെന്റ്. അപ്പൊ നേരത്തെ ബാദ്ഷാ ചോദിച്ച ചോദ്യം അങ്ങനെ ആരും വെറുതെ വിശ്വസിക്കുന്നതല്ല, ഖുറാന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ ഡിസ്ബിലീഫറിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വറും ഞാനും. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ സംസാരിക്കുന്ന വിഷയം ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്നാണ്. എൻ്റെ ചോദ്യം, ഇസ്ലാമിലെ ഈ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇത് നന്മയാണോ തിന്മയാണോ? ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അതെടുത്ത് പോകാൻ നമ്പർ ഒന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്, കാര്യം ക്രോസ് ചെക്ക് അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്പർ എനിക്ക് തോന്നുന്നു ഇത് 2627 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താങ്കൾ ഇത് തീർത്തു പോട്ടെ, ഒരു മിനിറ്റ്, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, 4 മിനിറ്റ് കൂടി പെട്ടെന്ന് ചോദിക്കാം. എന്റെ ചോദ്യം 1 മിനിറ്റ് തീരും, അതോടെ ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് ചോദിക്കാം. താങ്കൾ വിവേകാനന്ദനെ പറഞ്ഞു, മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഹിന്ദുത്വ ഫിലോസഫിയിലെ പല ആൾക്കാരെയും പറഞ്ഞിട്ട് താങ്കൾ എന്താണ് ദയാനന്ദ സരസ്വതിയെ മാത്രം വിട്ടു കളഞ്ഞത്? ദയാനന്ദ സരസ്വതിയുടെ എന്തായിരുന്നു ഇസ്ലാമിലുള്ള ആറ്റിറ്റ്യൂഡ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമോഫോബിയുടെ കൂട്ടത്തിൽ വരുമോ എന്നുള്ള കാര്യം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, താങ്കൾ പറഞ്ഞു ഹിംലർ കൊന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞ ഹിംലർ ചെയ്ത കാര്യം മണ്ടത്തരം എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, ഇവിടെ ജനിച്ചവരൊക്കെ എന്നേ മരിച്ചു പോയിട്ടുണ്ട്, ഇനിയും ജനിക്കും മരിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുക. അങ്ങനെ ഒരു ഡ്യൂട്ടി, തൻ്റെ ഡ്യൂട്ടിയാണ് അധമന്മാരായിട്ടുള്ള ജൂതന്മാരെ കൊല്ലുക എന്ന് ഹിംലർ കരുതിയ. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രാഹുൽ ഈശ്വർ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? അതിൽ നിന്ന് തന്നെ തുടങ്ങാം, അതാണ് പ്രധാനം. അങ്ങനെ ഹിംലർ കരുതിയ കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് ഹിംലർ യാതൊരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ, അതായത് കൃഷ്ണൻ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, അത് എറ്റേണൽ ആണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഒരാളെ കുത്തിക്കൊന്നു, അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയാ. ഇത് തന്നെയാണ് പ്രശ്നം. ഈ വരിയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്, സന്ദർഭം എന്താണ്, സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഹിംലർ 60 ലക്ഷം പേരെ കൊല്ലാൻ വേണ്ടി ന്യായീകരണ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇദ്ദേഹം ചോദിച്ചത് തന്നെയാണ് പ്രശ്നം. ആരും മരിക്കുന്നില്ല ജനിക്കുന്നില്ല, അത് ഒരു ഫിലോസഫിക്കലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ കൊന്നിട്ട് പറഞ്ഞാൽ മതി ആരും മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല. ഇവിടെയാണ് അതായത് ഹിന്ദു രാഹുൽ ആത്മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഇത് ആരോടാണ് കൃഷ്ണൻ പറഞ്ഞത്? അർജുനന്റെ അടുത്താണ് പറഞ്ഞത്. അർജുനൻ എന്താണ് പറഞ്ഞതെന്നറിയോ? എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യാന്നാണ്. യുദ്ധം ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിരുന്ന ഒരാളോട് പറയാണ്, എടാ ആ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നേ മരിച്ചു, നീ വീണ്ടും പോയി കൊന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് രാഹുൽ എങ്ങനെയാണ് ആത്മാവിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ല, എന്നേ മരിച്ചാണെങ്കിൽ അർജുനും എന്നേ മരിച്ചില്ലേ, പിന്നെ മരിച്ച അർജുൻ എങ്ങനെ യുദ്ധം ചെയ്യും? അതെ, അർജുനനും അതുകൊണ്ടാണ് അങ്ങനെയൊന്നും അല്ല അതിന്റെ അർത്ഥം. അതായത് അങ്ങയുടെ ഇതായിട്ടല്ല, ഭഗവത്ഗീതയിൽ പറയുന്ന കോണ്ടെക്സ്റ്റ് അതേ അല്ല. ഭഗവത്ഗീതയിൽ അർജുനൻ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ അർജുനനോട് പറയും, നിന്റെ ക്ഷത്രിയ ധർമ്മപ്രകാരം നിന്റെ ഡ്യൂട്ടി ഇതാണ്. അതായത് നാളെ പാകിസ്ഥാനിലേക്ക് പോരാടാൻ പോകുന്ന ഒരാൾ പാകിസ്ഥാനിലേക്ക് ബോംബ് വർഷിക്കാൻ റഫാലിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് കൈവറച്ചാൽ വിറക്കരുത്, കാര്യം നമ്മുടെ രാജ്യം ഒരു കോണ്ടെക്സ്റ്റിന്റെ ഭാഗമായി തിരിച്ചടിക്കുകയാണെന്ന് പറയുന്നത് മാത്രമാണ്. അതിനപ്പുറം ഒരു മീനിങ് അതിനകത്തില്ല എന്നങ്ങ് മനസ്സിലാക്കണം. അല്ലാതെ ഈ രീതിയിൽ എല്ലാവരും മരിച്ചല്ലേ എന്നാ പിന്നെ തിരിച്ചു കൊല്ലുന്നത് എന്തിനാണെന്ന്
എന്ന് പറയും. അപ്പം അങ്ങനെയല്ല, പെട്ടെന്ന് രണ്ട് വാക്കും കൂടെ. ഗാന്ധിജിയും വിവേകാനന്ദയും പറഞ്ഞ് എന്തുകൊണ്ട് ദയാനന്ദ സരസ്വതി അല്ല, ഗാന്ധിജിയാണ് രാഷ്ട്രപിതാവ്. നമ്മുടെ രാഷ്ട്രത്തിലെയും ഹിന്ദുക്കളുടെയും ഏറ്റവും വലിയ ഫിലോസഫർ വിവേകാനന്ദനാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ അങ്ങനെ ആദരിക്കുന്നത്. ദയാനന്ദ സരസ്വതിയെ ബഹുമാനക്കുറവില്ല, പുള്ളിയുടെ ചില ലൈൻസ് കുറച്ച് ഹാർഡ് ലൈൻസ് ആണ് എന്നുള്ളത് മാത്രം കൊണ്ടാണ് ബഹുമാനത്തോടെ പറയുന്നത്. അങ്ങ് ആദ്യം ചോദിച്ചൊരു നേരത്തെ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നേരത്തെ അദ്ദേഹം ചോദിച്ച ആ കോണ്ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെയാണ്. എൻ്റെ മതത്തിൽ, ഇപ്പം അങ്ങ് പറഞ്ഞു ഈ നരകത്തിൻ്റെ കാര്യം, എൻ്റെ മതത്തിൽ പെടാത്തവരെ ശിക്ഷിക്കുമെന്നും എൻ്റെ മതത്തിലുള്ളവരെ ഞാൻ സംരക്ഷിക്കുമെന്നും കൃഷ്ണൻ പറഞ്ഞു എന്ന് ധർമ്മം എന്ന വാക്കിന് അർത്ഥമെടുത്താൽ കൃഷ്ണൻ ഒരു മത തീവ്രവാദിയാകും. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത് ശരിയുടെ പാതയിൽ, ധർമ്മത്തിൻ്റെ പാതയിൽ പോകണമെന്നാണ്. ഇതും കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഖുറാനിലും പറഞ്ഞിരിക്കുന്നത്, ആ ദൈവം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ്, ധർമ്മം, റൈറ്റിയസ്, ശരി, നന്മ തുടങ്ങിയ കാര്യങ്ങളാണ്. ആ നന്മ കാണാൻ കണ്ണുകളിലെ പകയും ഇസ്ലാമോഫോബിയയും ക്രോധം മാറ്റിയാൽ മതി. അത് നിങ്ങൾക്കും അറിയാൻ കഴിയും. ഇല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോടെങ്കിലും ചോദിച്ചാൽ മതി, ചാറ്റ് ജിപിടി നിങ്ങൾക്ക് പറഞ്ഞുതരും. സമയം അവസാന റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉപസംഹാരമാണ്. ആദ്യം ഉപസംഹാരത്തിന് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, കൂടുതൽ സമയം അനുവദിക്കുന്നതല്ല. ആദ്യം ഉപസംഹരിക്കുന്നത് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച രാഹുൽ ഈശ്വറാണ്. ആദ്യം ഉപസംഹരിക്കുന്നതിന് വേണ്ടി രാഹുൽ ഈശ്വറിനെ ഡയസിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത്രയധികം പുസ്തകങ്ങളും റെഫറൻസ് വർക്കും എല്ലാം എന്തിനാണെന്നറിയാമോ? കാര്യം ഇത്രയുമൊക്കെ റെഫർ ചെയ്താലാണ് നമുക്കൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്ന എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട തീവ്ര സംഘടനകൾ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ച വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ഗസറ്റ് അടക്കമുള്ള നിരോധിത സംഘടനകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും തിന്മ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകും. എല്ലാ മതവിഭാഗങ്ങളിലും അജ്മൽ കസബുമാരും ഒസാമ ബിൻ ലാദന്മാരും ഉണ്ടാകും. അവർക്ക് ശക്തി പകരുന്നതാകരുത് ഇസ്ലാം വിമർശനം. അവർ പറയുന്ന ഇസ്ലാമാണ് ശരിയായ ഇസ്ലാം എന്നാണ് ശ്രീ ആരിഫ് ഹുസൈൻ അറിയാതെയോ അറിഞ്ഞോ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് തീവ്ര സ്വരക്കാരുടെ സ്വരങ്ങൾക്ക് ശക്തി കൂട്ടുകയും 99% മോഡറേറ്റ് മുസ്ലിങ്ങളും നല്ല രീതിയിൽ ഇസ്ലാം മനസ്സിലാക്കുന്നവർക്ക് എതിരാകുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. നല്ല മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിലെ പാണക്കാട് തങ്ങന്മാർ മുതൽ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം മുതലുള്ളവർ. അവർ ഇസ്ലാം നന്നായി പഠിച്ചവർ തന്നെയാണ്. അവർക്ക് ഇസ്ലാം പഠനമില്ലാത്തതല്ല. മൗലാന അബുൽ കലാം ആസാദ് യഥാർത്ഥ ഖുറാൻ പണ്ഡിതനാണ്. എന്നാൽ നിരീശ്വരവാദിയായ ജിന്നയാണ്, അല്ലെങ്കിൽ മറുവശത്ത് നിരീശ്വരവാദിയായ സവർക്കറാണ് ഇന്ത്യയുടെ പാർട്ടീഷന് വഴിതെളിച്ചത്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ പോയിന്റ് റീട്രേറ്റ് ചെയ്യുന്നു. വ്യത്യസ്ത തരം ജിഹാദുകളുണ്ട്. അതിൽ ജിഹാദ് അൽ അക്ബർ അടക്കമുള്ള മഹത്തരമായ ആശയമുണ്ട്. ആ ജിഹാദിനെ മനസ്സിലാക്കുക. കേവലം ജിഹാദ് എന്ന വാക്ക് എടുത്ത് ആ വാക്കിനെ കരിവാരി തേച്ച് ലോകത്തുള്ള മുഴുവൻ ദോഷപരമായ അർത്ഥങ്ങളും അതിലേക്ക് കൊണ്ടുവരുന്നത് അർത്ഥശൂന്യമാണ്. ഹാർവേഡിൻ്റെ, കേംബ്രിഡ്ജിൻ്റെ അടക്കമുള്ള റിസർച്ചുകൾ, ഓക്സ്ഫോർഡിൻ്റെ റിസർച്ച് സൂചിപ്പിക്കുന്നത് പോലെ ആത്മീയമായ പ്രശ്നമല്ല ഇത്. പകരം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ ഇസ്ലാമിസം തെറ്റായി ഉപയോഗിച്ചതാണ് ജിഹാദ് എന്ന് ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തുന്നത്. അത് നോക്കി മുസ്ലിം പോകാനല്ല. ആ ആർഗ്യുമെന്റിന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് പുള്ളിക്കില്ല. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഖത്തർ ഫണ്ട് ചെയ്തതാണ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ മറ്റോമാരാണ്. അത് പറയുന്നതിൽ അർത്ഥമില്ല. നേരെ തിരിച്ച് ഈ പണ്ഡിത മതം, സ്കോളർലി കൺസെൻസസ്, എസൻസ് വിശ്വസിക്കുന്നതാണ് ലെറ്റ് എവിഡൻസ് ലീഡ്. തെളിവുകളാണ് നയിക്കേണ്ടതെങ്കിൽ ആ തെളിവുകളും ഡേറ്റയും റിസർച്ചും അതിൻ്റെ എംപിരിക്കൽ എവിഡൻസുമാണ് ഈ കാര്യങ്ങൾ. പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഇസ്ലാമിനെയോ ഹിന്ദുമതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ കരിവാരി തേക്കുന്നത് അർത്ഥശൂന്യമാണ്. പകരം നന്മ കണ്ടെത്തി നന്മയെ പരിപോഷിപ്പിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന എക്സ്ട്രീം ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരുത്തി മുമ്പോട്ട് പോകാൻ കഴിയുന്നതാകണം. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളും ഇത് വിശ്വസിക്കുന്നവർ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതും ഒരു ജിഹാദാണ്. ആ ജിഹാദ് ധർമ്മയുദ്ധമാണ്. ആ ജിഹാദ് ക്രൂസൈഡാണ്. ആ ജിഹാദ് ശരിയുടെ, നീതിയുടെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പാതയിൽ പോകുന്നതാണ്. അതുകൊണ്ട് പല ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് എന്തിനാണ്, നീ ജിഹാദിയാണോ അങ്ങനെ ജിഹാദിനെ ഡിഫെൻഡ് ചെയ്യാൻ? ഒരു സംശയവും വേണ്ട, ഞാൻ ജിഹാദിയാണ്, ഞാൻ ധർമ്മയുദ്ധക്കാരനാണ്, ഞാൻ ക്രൂസൈഡറാണ്. ആ ശരിയുടെയും നീതിയുടെയും പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദിയാകുന്നു. ആ നീതിയുടെ പാതയിൽ, സാഹോദര്യത്തിൻ്റെ പാതയിൽ, ഇന്ത്യൻ കൊടിയുടെ പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാനാകട്ടെ. തെറ്റുകളും തിന്മകളും ഉണ്ടെങ്കിൽ നിരീശ്വരവാദികൾക്ക്, ശ്രീ ആരിഫ് ഹുസൈന്, നിങ്ങൾ കൂടിയിരുന്നവർക്ക് തീർച്ചയായും ചൂണ്ടിക്കാണിക്കണം. അത് വിശ്വാസികൾക്കൊരു കറക്റ്റീവ് മെഷർ ആകും. കൂടുതൽ ഞങ്ങളെ തന്നെ ശക്തരാക്കാൻ, കൂടുതൽ ഞങ്ങളെ തന്നെ ദൃഢമാക്കാൻ, കൂടുതൽ ഞങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ പോയിന്റ് ഔട്ട് ചെയ്ത് ശരിയാക്കാനുള്ള ഒരു വേദിയായി മാറട്ടെ. അതുകൊണ്ട് മതവിമർശനം മതവിശ്വാസത്തിനും മതവിശ്വാസികൾക്കും
തീർത്തും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ചില മാന്യതയും മര്യാദയും ഒക്കെ പാലിക്കാമെങ്കിൽ നല്ലതാണ്. അബ്യൂസുകൾ ഇല്ലാതെ ചെയ്യാമെങ്കിലും ഡീമോണൈസേഷൻ ഇല്ലാതെ ചെയ്യാമെങ്കിലും നല്ലതാണ്. ഉദാഹരണം നേരത്തെ പറഞ്ഞതുപോലെ പാല് കൊടുത്തോണ്ടിരുന്നവൻ കൊന്നു എന്നുള്ളത് ഞാൻ റെഫർ ചെയ്തിട്ട് എവിടെയും കിട്ടിയിട്ടില്ല, അദ്ദേഹം അതിൻ്റെ നമ്പറും പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഡീമോണൈസ് ചെയ്യുകയല്ല. ഭഗവാൻ കൃഷ്ണനും ദൈവപുത്രനായ യേശുക്രിസ്തുവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ലോകത്തിൻ്റെ ചൈതന്യമായ ബുദ്ധനും എല്ലാം നമുക്ക് നന്മ പകരട്ടെ, വഴി കാണിക്കട്ടെ. ജിഹാദിൻ്റെ, ക്രൂസൈഡിൻ്റെ, ധർമ്മയുദ്ധത്തിൻ്റെ ശരീരപാതയിൽ മുന്നേറാനും സത്യത്തെയും ആ സമാധാനത്തെയും ഒരു മധ്യമാർഗം, മിഡിൽ പാത്ത്, അതാണ് ബുദ്ധൻ്റെ കോൺട്രിബ്യൂഷൻ, മാധ്യം നികായ അഥവാ മധ്യമാർഗത്തിലേക്ക് എത്തി തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും നന്മയെ നന്മയായിട്ടും തിന്മയെ തിന്മയായിട്ടും തീവ്രവാദത്തെ തീവ്രവാദമായും മിതവാദത്തെ മിതവാദമായും കാണുകയും അങ്ങനെ ഒരു മെച്ചപ്പെട്ട മതസൗഹാർദ്ദമുള്ള, ബഹുസ്വരതയുള്ള, തീവ്രവാദമില്ലാത്ത, ഭീകരവാദമില്ലാത്ത ലോകം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് എസൻസിനോട് വിശ്വാസികൾക്ക് പരമാവധി കൈ കോർക്കാൻ കൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ എടുത്ത സമയത്തിനെല്ലാം ഒരു 30 സെക്കൻഡ് തിരിച്ചു നൽകിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.